കൃപയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയും. പലപ്പോഴും ഞാൻ പോലും ചിന്തിച്ചിട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ കഴിവ് കൊണ്ട് ചില കാര്യം ചെയ്യാൻ പറ്റുന്നു, ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? അവരുടെ തലമുടിയെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ ആന്റി പറയുക അച്ഛാന്റെ മന്ത്രാജനം. അപ്പൊ ഞാൻ ചോദിച്ചു അച്ഛന്റെ അഭിഷേകം എവിടെ പോയി എന്നായിരുന്നു. വിശുദ്ധി ജ്ഞാനത്തിന്റെ ആരംഭം. വിശുദ്ധി സ്വർഗത്തിലെ കവാടം തുറക്കും. വിശുദ്ധി പാതയ്ക്ക് വെളിച്ചമാകും, കണ്ണുകൾക്ക് പ്രകാശം തരും. ഞാനിത് ചെയ്യുന്നില്ല, വിജയം അടിച്ചുകൊണ്ട് പോകുന്നു. കൃപയിലേക്ക് വാ, പരിശുദ്ധാത്മയിലേക്ക് വാ, നിന്റെ സ്ഥിതി മാറും. ഓക്കെ, അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാണ്. അത് ഭയങ്കര പ്രകാശമാണ്. ഈ ലൈറ്റ് തരുന്ന പ്രകാശമല്ല, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് തരുന്ന പ്രകാശം വലുതാണ്. നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കി ജീവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ബലപ്പെടുക. അതിന്റെ 6 കൂടെ വായിച്ച് നടത്താം. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും 7 ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അർത്ഥികളൊക്കെയും അവനെ ഭയപ്പെടും. അപ്പൊ മകൻ എന്ന് പറഞ്ഞ സങ്കീർത്തനം വായിച്ചത് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വചനമാണ്. ഭൂമിയിലെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. അവനെ ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ബലപ്പെടുക, ധൈര്യപ്പെടുക. അപ്പൊ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം ദൈവദാസന് പോകാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സന്തോഷത്തോടെ നിങ്ങളുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നുവെങ്കിൽ ഈ വാടിയ മുഖം കൊണ്ട് ആരും ഇരിക്കരുത്. സ്തോത്രം. അത്യുന്നതനായ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ വിഗ്രഹങ്ങളെ അല്ല ഞാൻ നിങ്ങളും സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയും നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് കടക്കുന്നു. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ഹല്ലേലൂയ സ്തോത്രം ഈ മനുഷ്യന്റെ മീറ്റിംഗിന്റെ പകുതിയാകുമ്പോഴേ കാരണം വേറെ ഒന്നുണ്ടല്ല, എനിക്ക് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേറെ എവിടെയും എനിക്ക് ശുശ്രൂഷ ഉള്ളപ്പോഴും നിങ്ങളുടെ അവിടെ വന്ന് ആദ്യമേ ശുശ്രൂഷിച്ചിട്ട് ഞാൻ പോകുന്നത്. സന്തോഷമില്ലാത്തതല്ല, ഇവർക്ക് ഞാൻ വരുന്നതോട് ഒരു താല്പര്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഞാൻ വേഗം മുഖവരെ ഒന്നും കടക്കുന്നില്ല. ഇന്ന് പകൽ വേഗത്തിൽ പരിശുദ്ധാത്മാവിനോട് ഒരു ദൂത് ഓർപ്പിച്ചു ദൈവമക്കളോട് ഷെയർ ചെയ്യാൻ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. നിങ്ങൾക്കൊരു വിടുതലാകണം. അതിനായി ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കുക. എല്ലാവരും ഇനി എന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ആയിരിക്കുക. നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം ഇവിടെ ആയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ദൈവം എനിക്കൊരു അനുഗ്രഹം വെച്ചിരുന്നു, അത് പ്രാപിച്ചവരൊന്ന് കരമുക്കി. സ്തോത്രം. ആമേൻ. ഇന്നലെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്നലെ സംസാരിച്ചവർക്കായി കരമുയർത്തി. കർത്താവ് ഇന്നലെ എന്നെ സംസാരിച്ചു. സ്തോത്രം. ആമേൻ. അതൊക്കെ വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ്. ആമേൻ. ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുക്കിയ. കർത്താവിനോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവരൊന്ന് കരവയ്ക്കുക. ആമേൻ. നാളെയും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർ കരവയ്ക്കുക. നാളെയും എനിക്കൊരു വിടുതൽ ദൈവം വെച്ചിരിക്കുന്നു വിശ്വസിക്കുന്നത്. സ്തോത്രം. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. സ്തോത്രം. ഇന്നലെ പ്രാപിക്കേണ്ടത് നാം ഇന്നലെ പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ഇന്ന് പ്രാപിക്കേണ്ടത് ഇന്ന് പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാപിക്കുവാൻ തയ്യാറാകണം. ആമേൻ. നാളെ ഉള്ളത് നമുക്ക് നാളെ നമ്മൾ പ്രാപിക്കുവാൻ തയ്യാറാകണം.
പക്ഷെ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു കാരണവശാലും ഞാനും നിങ്ങളും പ്രാപിക്കരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയും അതിനെ മുടക്കുക, എങ്ങനെയും അതിനെ വഴിമുടക്കുക. ദൈവമക്കൾ ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കരുതെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തോടെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം, കർത്താവ് ഇന്ന് തരുവാനുള്ളത്, കർത്താവ് എനിക്ക് തരാനുള്ള അനുഗ്രഹം ഇന്ന് പകൽ ഞാൻ പ്രാപിക്കും. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വിടുതൽ ഞാൻ പ്രാപിച്ച് മടങ്ങി പോകുകയുള്ളൂ എന്ന് പ്രത്യാശയോടെ ദൈവമക്കളും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരുന്നാട്ടെ. സ്വർഗം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അപ്പോൾ ഇന്ന് എന്നൊരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? കർത്താവ് പറഞ്ഞു നാളെ നമ്മുടെ എല്ലാം നമുക്ക് തന്നെ അറിയാം അല്ലേ? സ്തോത്രം. പക്ഷെ നമ്മുടെ മനസ്സിലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാളെ കുറിച്ച് കണക്ക് കൂട്ടിയിട്ടുണ്ട് അല്ലേ? അല്ലെ ഒരു മാസം, അല്ലെ ഒരു വർഷത്തേക്ക്, അല്ലെ 10 വർഷത്തേക്കിനുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കണക്കൂട്ടലോടുകൂടി നമ്മൾ നിൽക്കുക. പക്ഷെ ഇന്നൊരു ദിവസം ദൈവം തന്നുവെങ്കിൽ അത് ഇന്ന് നാം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ തയ്യാറാണ്. വായിക്കാം. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14 verses 13. വായിച്ചാട്ടെ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ, എല്ലാരും ഒന്ന് പറഞ്ഞേ, യഹോവ. എല്ലാരും ഒന്നും പറഞ്ഞില്ല കേട്ടോ, എനിക്ക് അത് ഇഷ്ടമായില്ല. എല്ലാവരോടും ഒന്ന് ചേർന്ന് പറഞ്ഞു, യഹോവ കണ്ടുകൊള്ളുവീൻ. കർത്താവ് ചെയ്യാൻ പോകുന്നത് നീ ഇന്ന് കണ്ണുകൊണ്ട് കാണും. ഒരു സന്തോഷമില്ലാത്തതെന്താ നിന്റെ? കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് കണ്ണുകൊണ്ട് കാണും. ഇതാ ആദ്യത്തെ ദൂതം. ആമേൻ. ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ ദൈവം? ഇതിലെ സ്വർഗം പറയുന്നു, കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? അത് വചന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിയുന്നുവെങ്കിൽ ഇന്ന് പകൽ നമുക്കൊരു വിടുതൽ തരുവാൻ ദൈവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വായിച്ചു തീർത്താട്ട്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ എന്ത് ചെയ്തോണം? കണ്ടുകൊള്ളു. എന്നെ പകൽക്കാലം ഇന്ന് രാവിലെക്കാലം എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടൊരു വാക്ക്, ഇന്ന്, ടുഡേ, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള രക്ഷ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊള്ളുക. എന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ വരാം. വായിച്ചാട്ടെ അടുത്ത വാക്യം. ഇന്ന് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇതുവരെ നിന്നെ വിടാതെ പിന്തുടരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ മേലൊരു ജയം ഇന്ന് പകൽ. ഇന്ന് പകൽ ഇത് കേട്ടിട്ട് കൈ അനങ്ങാൻ കഴിയാതെ, വാ തുറക്കാൻ കഴിയാതെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അതിന്റെ അധീനതയില. ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. സ്വർഗം പറയാ, കണ്ണുകൊണ്ട് കാണുമെന്ന്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ എന്ത് ചെയ്യത്തില്ല, മേലാൽ കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. വായിച്ച അടുത്ത വാക്യം. ഞാൻ കുറിവാക്യം തന്നെ നിൽക്കുക. യഹോവ രണ്ടാമത് ചെയ്യുന്ന എന്തോന്നറിയാമോ? നമ്മൾ ചെയ്യുന്നാണോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ ഇന്ന് കേൾക്കുന്ന ഏത് ദൈവ പൈതലാണോ അവർ ഈ വചനം ഏറ്റെടുത്താൽ സ്വർഗം പറയാ, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ക്യാമറയിൽ കൂടെ അല്ലെങ്കിൽ പിന്നീട് ഈ വചനം കേൾക്കുന്ന ആർക്കും ആയിക്കോട്ടെ, ഈ ഹോളിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, സ്വർഗം പറഞ്ഞ രണ്ടാമത്തെ ദൂതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവ യുദ്ധം ചെയ്യുവാണ്. കർത്താവ് ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂരായി വിളിച്ചു പറയുക, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ,
വായിച്ചാട്ടെ അടുത്ത വാക്യം. നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു. സ്തോത്രം. 1, ഇതിനാദ്യം വേണ്ടത് ഭയപ്പെടരുത്. 2, ഉറച്ചു നിൽക്കണം. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചൊരു കളിയുണ്ട്, കാട്ടിപ്പാ കൂട്ടിപ്പാ കാടനെ കണ്ട അപ്പൊ എന്ത് ഒറ്റ ഊതൂതു ഇല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് എന്തുവാ? പേടിച്ചേന്ന് പറയില്ലേ? ആ പേടിയല്ല ഇത് കേട്ടോ. ആ ഭയപ്പെടുത്തുന്ന പേടിയല്ല ഇത് കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയും, അതിന്റെ ഭയങ്ങളെ ദൈവം മാറ്റാൻ പോകും. ഭയപ്പെട്ട് നീ ഏത് വിഷയത്തിനകത്ത് ഈ പകൽ ഈ ഹോളിനകത്ത് ഇരിക്കുന്നു, ദൈവത്തിന് നിനക്കുള്ള ദൂത. നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. ഞാൻ പറയുന്നത് പാമ്പൻ പാലം പോലെ നീ ഒന്ന് ഉറച്ച്, നിന്നെ എവിടെ ഉറപ്പിച്ചോ അവിടെ നീ ഒന്ന് ഉറച്ചു നിന്ന്. ഹല്ലേലൂയ. സ്വർഗം പറയുന്ന അവിടെ നിനക്ക് ദൈവം വിടുതൽ തരുവാൻ ദൈവശക്തനാണ് എന്ന് പറയുന്നു. ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പി എന്ന് പറഞ്ഞാൽ ആടി ഉലയ്ക്കുന്നത് ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. പക്ഷെ നീ എന്ത് ചെയ്തോണം? ഉറച്ചു നിൽക്കണം. അവിടെ ഇവിടെ നീ പോയിട്ട് കാര്യമില്ല. വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഹോളിനകത്ത് തന്നെ സ്വർഗം നിനക്ക് തരും. നീ വിടുതലിന് വേണ്ടി എങ്ങും പോകണ്ട. നീ വചനമനുസരിച്ച് ക്രമീകരിച്ച് ഉപദേശപ്രകാരം ദൈവസനത്തിൽ മുട്ടുമടക്കുന്ന പൈതലെങ്കിൽ ഇവിടെ സ്വർഗം നിനക്ക് തരുവാൻ ദൈവം ശക്തനാ. നീ ഒന്ന് ഉറച്ചു നിന്ന്, നീ ഒന്ന് ഉറച്ചു നിന്ന്, നീ ഒന്ന് ഉറച്ചു നിന്ന്. ഹല്ലേലൂയ. ഭയപ്പെടണ്ട. നീ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? അവിടെ ഇത് കേൾക്കുന്നുണ്ട്, ഇവിടെ അത് കേൾക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞ് നീ ഓടേണ്ട കാര്യമില്ല. നീ ഓടിയിട്ട് ഒരു പ്രയോജനവുമില്ല. നിന്നെ ദൈവം എവിടെ ആക്കി അവിടെ നീ ഉറച്ചു നിന്നാൽ, നിന്നെ ദൈവം എവിടെ ആക്കി അവിടെ നീ ഉറച്ചു നിന്നാൽ, വിധേയപ്പെട്ട് നിന്നാൽ, കരത്തിന് കീഴെ താണിരിക്കാൻ തയ്യാറായാൽ സ്വർഗം എന്നെ നിങ്ങളെ വിടിയിപ്പാൻ ശക്തനായ ദൈവം. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ആമേൻ. 400 വർഷത്തിലധികമായി അടിമനുഖത്തിൽ കിടന്ന ഒരു ജനത്തോടാണ് മോശ മുഖാന്തരം ദൈവം പറയുന്ന ദൂത് നമ്മളിപ്പോ വായിച്ചത്. ഇനി ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക്, അതിന്റെ പ്രാധാന്യത്തിലേക്ക് ഞാൻ കയറി വരികയാണ് കേട്ടോ. അപ്പൊ ഈ 400 വർഷമായി അടിമനുഖത്തിൽ കിടക്കുക ഈ ജനം. ആമേൻ. അവര് കരഞ്ഞു, നിലവിളിച്ചു, ഊഴവിചാരകന്മാർ മുഖാന്തരമുള്ള കഠിനമായ ശോധനയിൽ കൂടെ കടന്നുപോയി. ദൈവം തന്നെ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു എന്നാണ്. ആമേൻ. ഊഴവിചാരകന്മാർ മുഖാന്തരമുള്ള അവരുടെ വേദനകളെ, നിലവിളിയെ കേട്ട ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അപ്പോൾ അവിടെ 2 പ്രാവശ്യം പറയാം കേട്ടു കേട്ടു എന്ന്. ആമേൻ. എന്താ തമ്പുരാന് ചെവിയില്ലായിരുന്നു? ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു? ഒന്നുമല്ല. സ്വർഗം പറയുക, 400 വർഷമായി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ഇന്നു പകൽ ദൈവം വിരാമമിടാൻ പോവുകയാണ്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന 4 തലമുറയായി അനുഭവിക്കുന്നതാണെങ്കിലും, 1 തലമുറയായിട്ട്, 2 തലമുറയായി, 3 തലമുറയായി, 4 തലമുറയായി, 10 വർഷമായി, 1 മാസമായി ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ചില കഷ്ടതകൾക്കകത്ത് സ്വർഗം പറയുക, ഇന്ന് പകൽ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദിവസമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതി. ഇന്ന് പകൽ ഈ വചനം നിങ്ങളോടാണ് വെളിപ്പെടുന്നുവെങ്കിൽ, വചനത്തിന്റെ ശക്തി ഈ പകൽക്കാല ദൈവവൈദ്യരെ നിന്നോടാണ് ഇടപെടുന്നുവെങ്കിൽ, ഇന്ന് പകൽ ദൈവവൈദ്യരെ നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ സ്വർഗം പറയുന്നു, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ അടിമനുഖത്തിലിരുന്ന ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിച്ചൊരു ദൈവം ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വർഗം പറയും, ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ദൈവം മോശ മുഖാന്തരം അവരെ വേർതിരിച്ച് ദൈവസന്നിധിയിലേക്ക്, നിങ്ങൾ കേട്ടതാണ്, പരിചയിച്ചതാണ്, എങ്കിലും ഞാൻ അതിന്റെ പശ്ചാത്തലം പറയുന്നതിന്റെ പ്രാധാന്യങ്ങളോട് നിങ്ങൾ ഈ കുറിവാക്യമായിട്ട് വരണം. അതിനാ ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് 10 ബാധകൾക്ക് ശേഷം, 10 ബാധയ്ക്ക് ശേഷം ഫറവോൻ അവരെ വിട്ടയച്ചു അല്ലെ? വിട്ടയച്ചു. നിങ്ങൾ പോയി ആരാധനയ്ക്ക് കടന്നു പോകാൻ അവരെ വിട്ടയച്ചത് അല്ലെ? ഒരു സ്തോത്രം പറയാമോ?
അപ്പൊ നിന്നെ ആരാധനയ്ക്ക് വിടാതെ പിടിച്ചു വെക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്തോത്രം പറയാമോ? അപ്പൊ ഞാൻ അതാണ് ചോദിച്ചത്. മോശ ചോദിച്ചു, ഞങ്ങൾക്ക് 3 ദിവസത്തിന്റെ വഴി ദൂരം ചെന്ന് കഴിഞ്ഞ് ആ ദൈവത്തെ ആരാധിപ്പാനായി, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാനായി ഞങ്ങളെ വിട്ടയക്കണമെന്ന് അവര് പറഞ്ഞത് അല്ലേ? പക്ഷെ നീ ആ പോയിട്ട് ഇനി വരാൻ പല മാർഗങ്ങളും പറവോൻ നോക്കിയെങ്കിലും അവസാനം എന്ത് ചെയ്തു? ആൺതലമുറകളെ കൊന്നുകളഞ്ഞപ്പോൾ അവൻ വിട്ടയച്ചു. ആമേൻ. എന്നാൽ സ്വർഗം പറയുന്നു, ആരാധനയ്ക്ക് പോകുവാൻ തടസ്സമായി നിൽക്കുന്നതിനെ ഇന്ന് പകൽ ദൈവം വെട്ടാൻ പോകുക. ഞാൻ നിങ്ങൾ ആരാധിക്കാൻ കഴിയാതെ നമ്മുടെ ചുറ്റുപാടുകളെ ബന്ധിക്കുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന, നമ്മുടെ ശാരീരികമായി ബന്ധിക്കുന്ന എല്ലാ മണ്ഡലങ്ങളുടെ മേലും സ്വർഗം പറയുന്നു, ഇന്ന് പകൽ ഞാനൊരു വിടുതൽ തരുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ ദൈവമക്കളെ? സ്വർഗം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകൽ നിങ്ങൾ ഏറ്റെടുത്താൽ എനിക്കും നിങ്ങൾക്കും വിടുതല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ അവൻ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുക അല്ലേ? അതിന്റെ ആ അധ്യായത്തോ പരിശുദ്ധാത്മാ അവിടെ ഉടനെ കൊണ്ടുവന്നു. ആമേൻ, ആമേൻ. സ്വന്തം വായിച്ചാണ്ട് അതിന്റെ 8ാമത്തെ വാക്യം വായിച്ചാണ്ട്. നമ്മൾ വായിച്ച അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം. സ്വത്രം ഇവിടെ ശ്രദ്ധിച്ചേ നിങ്ങൾ എല്ലാവരും. നമ്മൾ വായിച്ചത് എന്താണ്? ഒന്നുകൂടെ വായിച്ചാ മാമേ. യഹോവ ഇസ്രായേൽ രാജാവിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അല്ലേ? ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? പിന്തുടർന്നു. സ്വന്തം അതിനകത്ത് എന്നെ പലപ്പോഴായി എന്റെ ഹൃദയത്തിൽ ഇന്ന് പകൽ ചിന്തിപ്പിച്ചത് ദൂതിങ്ങനെയാണ്. സ്വത്രം 10 ബാധകൾ വന്നതിന് ശേഷം വിട്ടയച്ചതാരാ? ഈ പറവൻ തന്നെ അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? 10 ബാധ വന്നപ്പോൾ അല്ലേ? 10ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ വിട്ടയച്ചതാരാ? പറവൻ അല്ലേ? ആമേൻ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, നിന്നെ വിട്ടയച്ചവൻ ഇപ്പോഴും അവിടെ നിൽക്കുക. ഒരു സ്തോത്രം പറയാമോ? അവൻ ഇപ്പോഴും ഇസ്രായേലിൽ നിൽക്കുക. അവനെ ചുമ്മാ നിർത്താനാ തമ്പുരാന്റെ പരിപാടി. ഒരു സ്തോത്രം പറയാമോ? അവനെ അങ്ങ് ചുമ്മാ അവിടെ വാഴിക്കാനാ തമ്പുരാന്റെ പരിപാടി. നമ്മളാണ് വിചാരിച്ചത്, ഞാനിങ്ങനെ എന്റെ മാനുഷ്യ ബുദ്ധി ഞാനിങ്ങനെ ചിന്തിക്കാം, കർത്താവേ അവരെ വിട്ടയച്ചു, അവരങ്ങ് നടന്ന ആക്കര കയറി പോയാ പോരെ. പക്ഷെ തമ്പുരാന്റെ പദ്ധതി അതല്ല കേട്ടോ. 400 വർഷം നിന്നെ വിടാതെ പിന്തുടരുന്ന ചില ശക്തികളുണ്ടോ? അതിന് ഉത്ഭവ സ്ഥാനമുണ്ടോ? സ്വർഗം അവിടെ ആടി തുടങ്ങിയിരിക്കും. അതാ ദൈവത്തിന്റെ യുദ്ധത്തിന്റെ പ്രത്യേകത. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കർത്താവ് ചെയ്ത ഒരൊറ്റ പരിപാടി എന്താണെന്നറിയാമോ? പറവോന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഒരു സ്തോത്രം പറയാമോ? ചിലര് നിനക്ക് വിരോധമായി ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുമ്പോൾ നീ മനസ്സിലാക്കിക്കോണം, 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് എന്താണെന്നറിയാമോ? തമ്പുരാൻ നിനക്ക് വലിയൊരു വിടുതൽ വെച്ചിരിക്കുക. അത് നിന്നിൽ വരുത്താതിരിക്കാൻ പിശാച് ഒപ്പിക്കുന്ന വേലയാണ് ചിലരുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നത്. ഒരു ദൂത അതിനകത്ത് നിനക്ക് വിരോധമായി ചിലരുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുമ്പോൾ, നിനക്ക് വിരോധമായി കൈ ഉയർത്തുമ്പോൾ, നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ, നിനക്ക് വിരോധമായി ചിലർ പ്രവർത്തിക്കുമ്പോൾ നീ മിണ്ടാതിരുന്നോണം. പക്ഷെ അത് അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഭാഗത്ത് ദൈവം നിനക്കൊരു വിടുതൽ വെച്ചിരിക്കുക. ഒരു ഭാഗത്ത് ദൈവം നിനക്കൊരു വിടുതൽ വെച്ചിരിക്കുക. ആ ദൈവത്തിൽ നിന്നിൽ എത്തരുത്. അതിനു വേണ്ടി പിശാച് ചില പദ്ധതികൾ ഉയർത്തിയിരിക്കുക. സ്വത്രം സ്വത്രം. ഇനി അതിനകത്ത് 2ാമത്തെ ദൂത് ഞാൻ പറഞ്ഞാൽ, ഇവന്റെ ടൈം തമ്പുരാൻ വെട്ടാൻ പോവുക. ഇവന് തമ്പുരാൻ എന്ത് ചെയ്യും? ഒരു ബ്രാക്കറ്റ് വിരിക്കാൻ പോകും. എന്ന് പറഞ്ഞാൽ ഇവനെതിരെ തമ്പുരാൻ ആട്ടി തുടങ്ങാൻ പോകും. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ ഹൃദയം കടിപ്പിച്ച് നിന്നവനുണ്ടല്ലോ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുമെന്ന ദൈവത്തിന്റെ വചനം. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ,
ഇവന്റെ പൊടി പോലും കാണാതെ തമ്പുരാൻ അടി വന്നു. ഓ, ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നീ മിണ്ടരുത്, നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നോ? നീ മിണ്ടരുത്, നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ സ്വർഗം പറയുന്ന അടിക്കേണ്ടവനെ സ്വർഗം സൂക്ഷ്മമായി അടിക്കും. ദൈവമക്കൾക്ക് വിരോധമായി ശത്രു ചലിച്ച മണ്ഡലങ്ങളുടെ മേൽ, ശത്രു ഉപയോഗിച്ച മണ്ഡലങ്ങളുടെ മേൽ സ്വർഗം പറയുന്നു സ്വർഗമാടി തുടങ്ങും, സ്വർഗമാടി തുടങ്ങും, സ്വർഗമാടി തുടങ്ങിയിരിക്കും. നിനക്ക് വിരോധമായി ആഭിചാരം ചെയ്തവൻ മന്ത്രവാദത്തിന് അടുത്തുപോയി. നിനക്ക് വിരോധമായി മന്ത്രവാദം ചെയ്തതിനെ ബന്ധിച്ച നിന്റെ തലമുറ വഴികളെ ബന്ധിച്ച, നിന്നെ ബന്ധിച്ച, നിന്റെ ശരീരത്തെ ബന്ധിച്ച ബന്ധനങ്ങളുണ്ടല്ലോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവല്ല ചെയ്തവന് തമ്പുരാൻ ആട്ടി തുടങ്ങിയിരിക്കും. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ മിണ്ടായിരുന്ന യഹോവ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക, നീ മിണ്ടായിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാൻ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ദൂത് പറയുക. ദൈവത്തെ നീ ഏറ്റെടുത്താൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രാധിയാമര, പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തമ്പുരാൻ പറഞ്ഞു ദൂത 6 മാസത്തിനകം നീ ചില അടിയുടെ പ്രവൃത്തി കാണാൻ പോകും. നിനക്ക് വിരോധമായി ആഭിചാരം ചെയ്യുക, നിനക്ക് വിരോധമായി മന്ത്രവാദം ചെയ്യുക, നിനക്ക് വിരോധമായി ശുശ്രൂഷയെ ബന്ധിക്കുകയും നിന്റെ സഭയ്ക്ക് വിരോധമായി ശത്രുവിനെ കൊണ്ട് തെളിയിക്കുകയും ചെയ്തവരുടെ മേൽ സ്വർഗം തിരിച്ച് അടിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. സ്തോത്രം. നിങ്ങൾക്കൊരു സംശയം കാണുമായിരിക്കും, കർത്താവ് സ്നേഹിക്കുന്ന ദൈവമല്ലേ? പ്രതികാരത്തിന്റെ ദൈവം പഴയ നിയമത്തിലല്ലേ? പുതിയ നിയമത്തിൽ അങ്ങനെ വല്ല തെളിവ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. തെളിവ് ഞാൻ തരാം. തമ്പുരാൻ അടിക്കോ ഇല്ലയോ ഞാൻ കാണിച്ചു തരാം. വായിച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അവർ സോരോര്യരുടെയും ആ സീദോന്യരുടെയും നേരെ വൃത്തിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശം ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ഫെസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവർ പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. നിങ്ങൾക്ക് ഒരു പശ്ചാത്തലം പെട്ടെന്ന് അങ്ങ് പറയാം. ഹെരോദ് രാജാവ് ആദ്യ കാലഘട്ടങ്ങളിൽ സഭയ്ക്കകത്ത് കൈനീട്ടി അല്ലെ? ആദ്യം ആരെ കൊന്നുകളി? യാക്കോബിനെ കൊന്നുകളഞ്ഞു അല്ലെ? പത്രോസിനെയും അതുപോലെ എന്ത് ചെയ്തു? കൊന്നുകളയുവാനായി യഹൂദന്മാർക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് പത്രോസിനെയും കൊന്നുകളയുവാൻ വേണ്ടി ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അല്ലെ? നിങ്ങൾ നോക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞത് സമയമില്ലാത്തോണ്ട് ഈ പെട്ടെന്ന് പറഞ്ഞു വന്ന് അല്ലെ? ഈ 12-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി എന്ന് പറയുക. പക്ഷെ പത്രോസിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കൊന്നുകളയാൻ പറ്റിയോ? കാരണം വിളിയുള്ളവനെയും കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിച്ച് കർത്താവിന് പദ്ധതി ഉള്ളവനെയും പിശാചിന് കൊന്നുകളയാൻ കഴിയത്തില്ല കേട്ടോ. നിന്നെ പിടിച്ച ആമത്തിൽ ഇടാൻ പറ്റും, നിന്റെ കൈകാലുകൾ ബന്ധിക്കാൻ പറ്റും, നിനക്ക് തടവറ ഉണ്ടായിരിക്കും. എന്നാൽ സ്വർഗം ദൂതനെ അയക്കും. 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് 4-ാം കാവലോളം നിന്നെ പുറത്തു വരുന്നതെങ്കിലും തകരവാദിന്റെ പടിവാദിക്കം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് പോലെ സ്വർഗം നിന്നെ തടവറയ്ക്കകത്തുനിന്ന് കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുടെ മുൻപിലേക്ക് പത്രോസിനെ ദൈവം എത്തിച്ചു അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ ആ 12-ാം അധ്യായത്തിലുണ്ട്. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് വിട്ടുവിട്ടങ്ങ് പോകുന്നത്. സ്വത്രം. പക്ഷേ ഇത് ചെയ്തത് ആരായിരുന്നു? ആരാ ചെയ്തത്? പിടിക്കപ്പെട്ട തടവറയിൽ പിടിക്കപ്പെട്ട ആരാ? ഹെരോദ രാജാവ് അല്ലേ?
നിങ്ങളുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് ഇതൊന്നും അറിയത്തില്ലെന്നോ എനിക്ക്, അതോ ഞാൻ ഈ കുറച്ചുകൂടെ 12ാം അധ്യായത്തിൽ കയറണമെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും. സ്തോത്രം. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം അതാത് വീട്ടിൽ പോയി അന്നത്തെ ആ വായിച്ച വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കത്തും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ നല്ലപോലെ കത്തി വരും. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി കേട്ടോ. ആമേൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹെരോദാവാണ് ആർക്ക് വിരോധമായി ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് അല്ലേ? ആദ്യം ആരെ കൊന്നു? യാക്കോബിനെ കൊന്നുകൊണ്ട് പിടിച്ച് പത്രോസിനെ പിടിച്ചു അല്ലേ? കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ? തമ്പുരാൻ ചുമ്മാ മേളിൽ നോക്കി കുത്തിയിരിക്കുകയാണ്. അവനുള്ള അടുത്ത അടിയുമായിട്ട് തമ്പുരാൻ അടുത്ത് ഇറങ്ങിയത്. സ്വതന്ത്രം. തമ്പുരാൻ നമ്മുടെ വിചാരം നമ്മുടെ കയ്യിലെ കളിപ്പാവേ, വല്ലോന്റെ കയ്യിലെ കളിപ്പാവയല്ലേ തമ്പുരാൻ. തമ്പുരാൻ നോക്കും ഇവൻ ഏതുവരെ പോകുമെന്ന്. അത് കഴിഞ്ഞ് തമ്പുരാൻ ഒരു ഇറക്കം പറഞ്ഞു. സ്വോത്രം. പുതിയ നിയമത്തിലെ കാര്യം, പഴയ നിയമത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്വോത്രം. ഇത് നിങ്ങൾ ചോദിക്കുമായിരിക്കും തമ്പുരാൻ ചെയ്യുമോ ഇല്ലയോ, തമ്പുരാൻ അടിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. കാണിച്ചോ, വായിച്ചാട്ടെ, 14 വാക്യം വായിച്ചാട്ടെ. ഇനി വായിച്ചോ. കർത്താവിന്റെ ദൂതൻ ആരെ അടിച്ചെന്നാ എഴുതിയേക്കുന്നത്? ഹെരോദാവിനെ അടിച്ചെന്നാ എഴുതിയേക്കുന്നത്. എത്രാമത്തെ വാക്യം മാമൻ? 23-ാമത്തെ വാക്യം. ഇവൻ അരമനയെ വന്നിരുന്ന് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴ് തമ്പുരാൻ ഒരു ഒറ്റ ആടി ദൂതനെയും കൊണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വത്രം. തമ്പുരാൻ ഒരു അടി അങ്ങോട്ട് കൊടുത്തു, ദൂതനെ ഇറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ കൃമിക്ക്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുക. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എത്ര ദിവസം കഴിഞ്ഞാണ് അവന്റെ ശരീരം ഈ ഭൂമിയുമായിട്ട് ചേരുന്നത്? നിങ്ങളുടെ ഒരു കണക്ക് പ്രകാരം 4 ദിവസം അല്ലെ? ശരിയാ, 4 അല്ലെങ്കിൽ 5 ദിവസം. എന്ത് ചെയ്യും? അവന് നമ്മൾ ഫേഷ്യൽ ചെയ്തും നമ്മൾ മുഖത്ത് പൗഡർ ഇട്ടും ക്രീം തേച്ചിരിക്കുന്ന നമ്മുടെ ശരീരം 4 ദിവസം കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? മണ്ണുമായിട്ട്. അന്നേരമാണ് എന്ത് വരുന്ന ശരീരത്തില്? പറ. പക്ഷെ ഇവനെ ആട്ടി കൊടുത്തപ്പോഴേ തമ്പുരാൻ കൃമിക്ക് ഇരയാക്കിയത്. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? ആട്ടി ഇവന് പാഴ്സൽ കൊടുത്തപ്പോ തന്നെ തമ്പുരാൻ അവനെ എന്ത് ചെയ്തു? കൃമിക്ക് ഇരയാക്കിയെന്നാണ്. ഇന്ന് പകൽ അങ്ങനെ ചില ദൈവപ്രവർത്തികൾ നിനക്ക് വിരോധമായി ചലിക്കുന്നവരുടെ കരത്തിന്മേൽ, നിനക്ക് വിരോധമായി നിനക്ക് എഴുന്നേൽക്കുന്നവരുടെ മേൽ സ്വർഗം അയക്കുമെന്ന് പരിശുദ്ധാത്മാവാലോചന പറയുക. എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ വാഴ്ച ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഇന്ന് പകൽ ഏറ്റെടുത്ത ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഇത് സ്വർഗം ചെയ്തതാ, ഇത് ദൈവം നേരിട്ടിറങ്ങി ചെയ്തതാ. പഴയ നിയമ കാലഘട്ടമല്ല, പുതിയ നിയമ കാലഘട്ടത്തിൽ ഹെരോദാവിന് വിരോധമായി, തന്റെ ദൈവസഭ, തന്റെ ജനത്തിന് വിരോധമായി എഴുന്നേറ്റവനെ ഇനി നീ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ് നീ 2 ചെയ്തു. ഇനി നീ എഴുന്നേൽക്കരുത് പറഞ്ഞ് സ്വർഗം ദൂതനെ അയച്ചവൻ ആട്ടി കൊടുത്ത് അവനെ കൃമിക്കിരയാക്കിയെന്ന വചനം. 4 ദിവസം കഴിഞ്ഞ് കൃമിക്കിരയാക്കിയതല്ല, ആടി കൊടുത്തപ്പോ തന്നെ തമ്പുരാൻ കൃമിക്കിരയാക്കി. ദൈവമക്കളെ, അതുപോലെ തമ്പുരാൻ എന്റെ ദൈവം ചെയ്യുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് ശക്തമായി നൂല് പറയുന്നു. ലക്ഷണവിധി ആഭിചാരങ്ങൾ നിനക്ക് ഫലിക്കാതെ വേണം. സ്വർഗം ഇതുവരെ നിനക്ക് വേണ്ടി കരുതിയെങ്കിൽ സ്വർഗത്തിന്റെ ആട്ടി ദൈവം തുടങ്ങാൻ പോവുക. നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും, എന്റെ വചനത്തെ എങ്ങനെ വിവേചിച്ചാലും സ്വർഗം പറയുന്നു തമ്പുരാൻ ആടി തുടങ്ങിയ, തമ്പുരാൻ ആടി തുടങ്ങിയ ഓരോരുത്തരും പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. രാജാവെന്ന് തമ്പുരാനെ വീഴില്ല, മന്ത്രിയെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ തമ്പുരാനില്ല. രാജാവിനെ തന്നെ അടിച്ചവൻ എന്റെ ദൈവം. ഇന്ന് പകൽ ആ ദൈവമാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കും. സ്വർഗം പറയുന്ന ഒരു വിടുതന്റെ കരമെന്ന് പകൽ എനിക്ക് വേണ്ടി നീട്ടുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമെന്ന് എന്ന പകൽ ഇന്ന് പകൽ നീ വിശ്വസിക്കാമെങ്കിൽ സ്വർഗം ഇന്ന് പകലിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി നിന്റെ മേലുള്ള ആ വിചാര ശക്തികളെ സ്വർഗം എന്ന് പകൽ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവാണ് പറയാം.
ഇന്ന് പകൽക്കാലം ഒരു വലിയ യുദ്ധം ഇതിനകത്ത് നടക്കുക കേട്ടോ. ദൈവത്തിന്റെ പൈതലും ആത്മമണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറയുക, ദൈവം ഒരു വലിയ യുദ്ധം ഇതിനകത്ത് നടത്തുക. ഇന്ന് പകൽ അതിനെ നീ ആർപ്പിട്ടാ മതി, നീ കരമടിച്ചാൽ മതി, അധരങ്ങളെ തുറന്നാ മതി. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. Hallelujah! Hallelujah! Amen. Yes. ദൈവമക്കളെ, ഇതൊരു വലിയ യുദ്ധമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ആത്മമണ്ഡലങ്ങൾ തിരിച്ചറിയുന്നവർ ശക്തമായി ആരാധിക്കണം. ശക്തമായി നിങ്ങളുടെ ആത്മനിറവിൽ നിങ്ങൾ തങ്ങളുടെ അധരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. ഇന്ന് പകൽ എന്റെ ശുശ്രൂഷയല്ല വെളിപ്പെടേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടത്. ഞാൻ പ്രസംഗിക്കില്ല, അത് തമ്പുരാന്റെ കഴിവ്, തമ്പുരാന്റെ തീരുമാനമാണ്. ഇന്ന് പകൽ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ചിലതിനെ തമ്പുരാൻ അടിച്ചിരിക്കും. അനുഭവം കൊണ്ട് ഞാൻ പറയുക, എന്റെ ജീവിതത്തിൽ പലതും ദൈവം ചെയ്തിട്ടുണ്ട്. എനിക്ക് വിരോധമായ ആ വിചാരിച്ചതിന്റെ ശുശ്രൂഷയെ തളർത്തിക്കളയുവാൻ എന്നെ കെട്ടിയ കെട്ടുകളെ തമ്പുരാൻ അഴിച്ചുവെങ്കിൽ ആ ദൈവമാണ് ഇന്ന് പകൽ ഇതിനകത്തുള്ളത് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങിയിരിക്കും. Hallelujah! യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? എന്റെ അനുഭവം തന്നെ പറയാം. എന്നെ കൊന്നുകളയാൻ, ചെറുപ്പത്തിലെ കൊന്നുകളയാൻ ആ വിചാരിച്ചത് ബന്ധിച്ചവരുണ്ട്. സ്വത്രം അതിൽ എനിക്കിതൊന്നും അറിയാത്ത കാലഘട്ടമാണ്. സ്വത്രം മുതിർന്നു വന്നപ്പോൾ, ശുശ്രൂഷയിൽ വന്നപ്പോൾ ഒരു കാരണവശാലും ഇവൻ മൈക്കെടുക്കരുത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ എന്നെ ബന്ധിച്ച് ആഭിചാരം ചെയ്തവരുണ്ട്. സ്വത്രം ചെയ്തവര് തന്നെ തിരിച്ചിവിടെ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞവരുണ്ട്. ചെയ്തവൻ തന്നെ, കൂടെ പോയവൻ തന്നെ അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് കർത്താവിനോട് ഇടപെട്ടപ്പോൾ എന്നോട് വന്ന് ക്ഷമ പറഞ്ഞവരുണ്ടെന്ന്. ഒരു സ്വത്രം പറയാമോ? തമ്പുരാൻ ഒരു തുടർന്നുണ്ടല്ലോ. ആമേൻ. സ്വർഗം ചെയ്യുന്ന പ്രവൃത്തി ഏതാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, നമുക്ക് പോലും പറയാൻ പറ്റുകയല്ല. അറിയാമോ? ഒരിക്കൽ എനിക്ക് വിരോധമായി ചെയ്തവന്റെ തൊണ്ടയെ തമ്പുരാൻ അങ്ങ് തൊട്ട് 4 മാസം കൊണ്ട് വരുന്നില്ല. ഇവിടെ നമ്മുടെ നമ്മുടെ വോക്കൽ കോഡ്, അതായത് നമ്മുടെ ആഹാരം കഴിക്കുന്ന ഇതുണ്ടല്ലോ, അതേ തമ്പുരാൻ അങ്ങ് തൊട്ടു. ഒന്നുമില്ല, ക്യാൻസർ. 4 മാസം കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? സ്വതന്ത്രം. 3-ാം മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്നൊന്ന് വരാമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എന്നോട് പറയാ, എന്റെ അറിവില്ലാ കാലത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയി. നീ എന്നോട് എന്ത് ചെയ്യണം? നിന്റെ കുടുംബത്തിന് നിനക്കും വിരോധമായി ഞങ്ങൾ ഒരുപാട് ചെയ്തു പോയി. നീ അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഞാൻ പ്രാർത്ഥിച്ചു. സ്വതന്ത്രം. കാരണം കർത്താവ് ഒരുവനെ അടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്വതന്ത്രം പറയാമോ? പുള്ളിക്ക് അത് വന്നതുകൊണ്ട് സന്തോഷിക്കുന്നവനല്ല, ഞാൻ എന്റെ ദൈവം ആരാണെന്ന് അന്ന് പകൽ തിരിച്ചറിഞ്ഞു. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, എന്റെ ദൈവം ആരാണെന്ന്, എന്റെ ദൈവം ഭയങ്കരനാണെന്നും എന്റെ ദൈവം ആരാണെന്ന് എനിക്ക് അന്ന് പകൽ ബോധ്യപ്പെട്ടു. അടിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞ ആ തമ്പുരാൻ അടിച്ചിരിക്കും. ഒരു കാലഘട്ടം വരെ അവരിങ്ങനെ നിൽക്കാൻ ദൈവം വെക്കുകയുള്ളൂ കേട്ടോ. പക്ഷെ നീ വിശ്വസ്തനാണോ? ദൈവവൈദ്യനെ നീ കരയുന്ന ദൈവവൈദ്യനാണോ? നീ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ സ്വർഗം പറയുന്നു, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില ദൈവാത്മാവ് വെള്ളത്തിൽ കൂടെ നിനക്കകത്ത് തന്നെ കുടിപ്പിച്ച് നിന്റെ ഉദരത്തെ കെട്ടിയ കെട്ടുപോലും സ്വർഗം പറയാ തമ്പുരാൻ ഇന്ന് പകൽ അഴിക്കുവാൻ പോകുക. തമ്പുരാൻ ഇന്ന് പകൽ അഴിക്കുന്ന പകല യേശുവിന്റെ നാമത്തിൽ. Hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇവിടെ വായിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിലെ 14-ാമത്തെ അതിനകത്ത് വായിക്കുന്ന എന്താ? യഹോവ മിസ്രയീം ഫറവോന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? കഠിനമാക്കി. ഇല്ലേ? അതിൽ വന്നാ ഞാൻ അങ്ങോട്ടും പോയത്. സ്വത്രം അല്ലേ? ഈ ചിലരുടെ ഹൃദയം നീ കഠിനമാകും, നീ വിചാരിച്ചോണം, നീ ഭാരപ്പെടരുത്, നീ ടെൻഷൻ ആവരുത്. ചിലർ നിനക്ക് വിരോധമായി ശക്തമായി എഴുന്നേൽക്കുമ്പോ എന്താണ്? നീ തിരിച്ചടിക്കാനോ തിരിച്ചു പറയാനോ ഒന്നും പോകരുത്. ബാക്കി അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, മിണ്ടാതിരുന്നോളാം. അല്ലേ? അവന്റെ പരിപാടി തമ്പുരാൻ അടുപ്പിച്ചിരിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ കണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടരുത്. തമ്പുരാൻ അടി ഉടങ്ങുമ്പോൾ ചിലരുടെ ഹൃദയത്തിലേക്ക് കഠിനപ്പെടുന്നു. കാരണം അവന്റെ കാര്യം ഇതോടുകൂടി തമ്പുരാൻ തീർന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂതനോട് പറയാം. സ്തോത്രം. പക്ഷെ ഇവിടെ ഇവിടെ എന്തോ പറ്റി? ഇവിടെ ഭയപ്പെട്ടു പോയി, ജനം ഭയപ്പെട്ടു പോയി. അല്ലേ? അത് വായിച്ച അമ്മാമൻ സിസ്റ്റർ എന്ന് വായിച്ചാൽ ബാക്കി നമ്മൾ ഇപ്പൊ ഹൃദയം കഠിനപ്പെട്ടു. ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? കടൽക്കരയിൽ സമീപത്തുള്ള അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ 10-ാമത്തെ വാക്യം വായിച്ചു പെട്ടെന്ന്. സമയമില്ലാതെ ഫറവോൻ അടുത്തു വന്നപ്പോൾ സ്വതന്ത്രം. ഇവരിപ്പോ എവിടെ നിൽക്കുന്ന അറിയാമോ? ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുക. അല്ലേ? ഇവര് യാത്ര പുറപ്പെട്ട് എവിടെ വന്നു? ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുക. ഇവര് പിന്നാലെ നോക്കിയപ്പോ ആര് വരുന്നുണ്ട്? ഒരുത്തന്റെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തി അവനും അവന്റെ കൂട്ടരും അവന്റെ പടയാളികളും എല്ലാം പുറകെ വരിക. അല്ലേ? ഒരു സ്വത്രം പറയാമോ? നിന്റെ പിന്നാലെ ചിലർ കൂടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നീ ഭയപ്പെടരുത്. നീ ഈ ചെങ്കടൽ കടക്കും, ഞാൻ നിങ്ങൾ ഈ ചെങ്കടൽ കടക്കും. പക്ഷെ ചിലർക്ക് ദൈവം ഇന്നും വെച്ചേക്കുക, ഇന്നത്തേക്ക് വെച്ചേക്കുക. ഇന്ന് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദിവസമാണ്. ഇന്ന് പകൽ നേടിയെടുക്കാമെങ്കിൽ ഇന്ന് പകൽ ദൈവം ചില വിടുതലയക്കാൻ ദൈവ ശക്തനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പിന്നാലെ ആര് കൂടി? പിന്നാലെ ആരാ വരുന്നേ? നിങ്ങൾ ഇവിടെ നീങ്ങപ്പെട്ടിരുന്നേ. സ്തോത്രം. നിങ്ങൾക്ക് ഈ വചനം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പെടപെടാതെ പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾ ആ വചനം നിങ്ങൾ കേട്ടത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഒന്നുകൂടെ. എന്തേ പിന്നാലെ ആരാ വരുന്നേ? ഫറവോൻ വന്നല്ലേ? ഫറവോൻ കൂട്ടരും വന്നു. പിന്നെ മുൻപിൽ എന്തോ നിൽക്കുക? ചെങ്കടൽ നിൽക്കുക. അപ്പൊ വായിച്ച അടുത്ത വാക്യം വായിച്ചടുത്ത്. ഇസ്രായേൽ മക്കൾ യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. അടുത്ത വാക്യം. ഇവര് നിലവിളിച്ചത് എന്തോ ചോദിച്ചോണ്ടാ? മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിലേക്ക് മരിപ്പാൻ കൂട്ടിക്കൊണ്ട്? ഇവരവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. നമ്മുടെ സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത്. നമ്മളെന്ത് ചെയ്യും? പിന്നാലെ പിശാച് കൂടിക്കഴിഞ്ഞാൽ, പിന്നാലെ നമുക്ക് ദുർഘടങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവവും വേണ്ട, ആരും വേണ്ട, വായി തോന്നുന്നതെല്ലാം നമ്മളങ്ങ് പറയും. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലായത്? അതുകൊണ്ടാണ് പറയുന്നത് പലരോടും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇവര് 400 വർഷം അടിമനുഖത്തിൽ കിടന്ന ജനമാണ് ഇപ്പൊ ദൈവത്തോട് നിലവിളിച്ചിട്ട് പറയുന്നത് എന്തുവാ? ഞങ്ങൾക്ക് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടുവന്നതെന്ന്. ഇത് 400 വർഷം നിലവിളിച്ച ഒരു ദൈവജനമാണ്. അല്ലേ? പീഡ സഹിക്കാൻ കഴിയാതെ ദൈവത്തോട് നിലവിളിച്ച ഒരു ദൈവജനമായി വരെ. പക്ഷേ പിന്നാലെ വരുന്ന ഫറവോന്റെ ശക്തിയെ കണ്ടപ്പോൾ, ഫറവോന്റെ സൈന്യത്തെ കണ്ടപ്പോൾ ഇവര് നിലവിളിച്ചു. ഇവര് ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. ദൈവത്തിലെ നിന്റെ വിടുതലിന്റെ ആരംഭം ആരംഭിക്കുമ്പോൾ തന്നെ പിശാച് നിന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? നിന്റെ അധരത്തെ ഉപയോഗിച്ച് നിന്റെ വഴി അടയ്ക്കും. ഇന്ന് പകരം അതിനെ നീ ജയിക്കണം. നിനക്ക് ദൈവം വഴി തുറക്കണം വെച്ചിരിക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് സംസാരിച്ച്, നെഗറ്റീവായി സംസാരിച്ച് നിന്റെ വഴികൾ അടയ്ക്കുന്ന മണ്ഡലങ്ങളെ സ്വർഗം പറയും. ഇന്ന് പകരം നീ തിരിച്ചറിഞ്ഞാൽ
ഇന്ന് പകൽ നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കടന്നു പോകാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ചോദിക്കുക, ഇവർ 400 വർഷം കിടന്ന് അനുഭവിച്ച കഷ്ടതയെക്കാട്ടിലും ഇവർക്ക് ഇപ്പം വലുത് പുറകെ വരുന്ന ആരാ? കുറവാ. നമ്മളും അങ്ങനെ തന്നെ അല്ലേ? നമുക്ക് അന്നേരം എന്തോ തോന്നുന്നോ അതായിരിക്കും നമ്മൾ വിളിച്ചു പറയുന്നത്. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? ഈ അന്നേരം തോന്നുന്നു നിന്റെ വായിക്കൂടെ വിളിച്ചു പറഞ്ഞ നിന്റെ വിടുതൽ നടക്കത്തില്ല. ഒരു സ്തോത്രം പറയാമോ? നിന്റെ അതരം നീ ഒന്ന് മൂട്ടി വെക്കാമെങ്കിൽ ദൈവം ചെയ്യുന്ന അത്ഭുതം നീ കാണാൻ പോവുക. ദൈവം ചെയ്യുന്ന വിടുതൽ നീ കാണാൻ പോവുക. നിന്റെ പിന്നാലെ വരുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ നിനക്ക് വിരോധമായി ആഞ്ഞടിക്കുമ്പോൾ നീ ഭാരപ്പെടരുത്. ദൈവവേദന നീ ഭാരപ്പെടരുത്. ഇന്ന് പകൽക്കാലം ദൈവവേദന നീ മനസ്സിലാക്കിയോണം. സ്വർഗം എനിക്കൊരു വലിയ വിടുതൽ ദൈവം മുൻപിൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. ഓ, ദൈവത്തോട് പോലും ഒന്ന് മറുതലിക്കുക. നീ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേന്ന് അല്ലേ? നമ്മൾ അന്നേരം പലപ്പോഴും ചോദിക്കും ഇല്ലയോ, വേണ്ടായിരുന്നു. ആമേൻ. യേശുവിനെ മുട്ടണ്ടായിരുന്നു. ഹാലേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണ്ടായിരുന്നു. ഹാലേ, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മുൻപ് നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന വിടുതൽ നീ കാണരുത്. അത് പിശാച് കൊണ്ടിരുന്ന ദുർചിന്തയാ കേട്ടോ. നിനക്ക് എന്തോ മുന്നിൽ ദൈവം വെച്ചിരിക്കുക, അത് നീ പ്രാപിക്കരുത്. നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കരുത്. നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കാതിരിക്കാൻ നിന്റെ ഉള്ളിൽ പിശാച് കൊണ്ടിടുന്ന അവിശ്വാസത്തെ ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞോ? ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. അവർ ചോദിക്കുക, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട്? അടുത്ത വാക്യം. സ്തോത്രം. അടുത്ത വാക്യം. ഇപ്പൊ അവര് പറഞ്ഞത് അറിയാമോ? ഈ മരുഭൂമി കടന്ന് മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിൽ പോയി ജോലി ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് വിചാരകന്മാർ മുഖാന്തരം അവർ അനുഭവിച്ച കഷ്ടത ദൈവം കണ്ടെന്നാ പറയുന്നത്. അവരുടെ നിലവിളി കേട്ട് ചുമ്മാതൊന്നുമല്ല. ആമേൻ. അല്ലെങ്കിൽ അവരനുഭവിച്ച അത്ര വലിയ കഷ്ടത മതിയായിരുന്നു പോലും ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയങ്ങളെ പിശാച് വശീകരിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്റെ മറുപടിയുടെ മുൻപിൽ നീ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ പിശാച് വശീകരിച്ച് അല്ലെങ്കിൽ നിന്റെ വഴികൾ അടയ്ക്കുന്ന അവിശ്വാസത്തെ ഇന്ന് പകൽ ദൈവവൈദ്യരെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞാൽ സ്വർഗം നിന്റെ മുൻപിൽ ചില ചെങ്കടലുകൾ വഴിമാറും. നിന്റെ മുൻപിൽ ചില ചെങ്കടലുകൾ നിനക്ക് വേണ്ടി ദൈവം വിഭാഗിക്കും. നീ ആരാണെന്നുള്ള ബോധ്യം, ദൈവജനം ആരാണെന്നുള്ള ബോധ്യം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ദൈവവചനം നീ തിരിച്ചറിയാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന അവിശ്വാസത്തെ ഇന്ന് പകൽ നീ കളയുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഇന്ന് പകൽ ദൈവമക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? സ്തോത്രം. വായിച്ചാട്ടെ, വേഗത്തിൽ വായിച്ചാട്ടെ. ഭയപ്പെടേണ്ട. നീ എന്ത് ചെയ്താ മതി? ഉറച്ചു നിൽപ്പി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ഭയമില്ലാത്തത് കരം പൊക്കാമോ? സ്തോത്രം. ഇനി ഞാൻ ചോദിക്കാൻ പോകും കൈപൊക്കിയവരോട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാദിക്കും, മോനെ ഇതോടുകൂടി നീ തീരും. അപ്പം ഭയപ്പെടുന്നവരുണ്ട്. സ്തോത്രം. നിന്റെ തലമുറ ഒരു കാലത്ത് നന്നാകില്ല, രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് പിശാച് നമ്മളോട് വാദിക്കും. സ്തോത്രം. അന്നേരം നിന്റെ ഉള്ളിൽ ഭയം കയറരുത്. സന്തോഷം പറഞ്ഞാട്ടെ. നിന്റെ വഴികൾ നീ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമായി മാറുമെന്ന് പിശാച് വാദിക്കും. അന്നേരം നീ ഭയപ്പെടരുത്. അന്നേരവും നീ എന്ത് ചെയ്തോണം? ഉറച്ചു നിൽപ്പീൻ. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാ. വായിച്ചാട്ടെ, വചനം ഒന്ന് വായിച്ചാട്ടെ.
യഹോവ ഇന്ന് പകൽ ചെയ്യും. നീ ഭയപ്പെടാതിരുന്നാൽ, ഉറച്ചു നിന്നാൽ, നിന്റെ പിന്നാലെ വരുന്ന ഒരാളുണ്ട് കേട്ടോ. ഒരു ഫറവോന്റെ ശക്തിയുണ്ട് കേട്ടോ. എന്നെ നിങ്ങളെ വിടില്ലെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ശത്രുവായവൻ കുഴിച്ചിട്ട് അതിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന് നീ ഭയപ്പെടരുത്. ഉറച്ചു നിൽപ്പാൻ തയ്യാറായാൽ ഇന്ന് കണ്ട നീ മിസ്രൈമിനെ നീ മേലാൽ കാണുകയില്ല. എല്ലാം അവന് വെച്ചിരിക്കുക ചെങ്കടൽ. നീ അക്കരെ എത്തും, നീയും നിനക്കുള്ളതും അക്കരെ എത്തും, നിന്റെ കുടുംബം അക്കരെ എത്തും, നിന്റെ തലമുറ അക്കരെ എത്തും. ദൈവം എത്തിക്കാൻ ശക്തനാ. പക്ഷെ നിന്റെ പിന്നാലെ വരുന്നവന് വേണ്ടി സ്വർഗം ഒരു ചെങ്കടൽ വെച്ചിരിക്കുക. അതിനകത്ത് അവനെ മുക്കിയിരിക്കും. അവനെ അതിനകത്ത് മുക്കിയിരിക്കും. ആമേൻ. ഇന്ന് പകലൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ദൈവത്തെ നീ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? എന്താണ് മോശ ചെയ്തത്? ദൈവം അവന്റെ മോശ വായിച്ചാട്ട് 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, അതോടെ വായിച്ചു നിർത്താം. ഞാൻ മിസ്രൈമിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? ദൈവമക്കളെ, നമ്മുടെ കൈയുടെ അധികാരത്തെ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം. നിന്റെ കരത്തിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞോണം. നിന്റെ പിന്നാലെ വരുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ കൈ ഇന്ന് പകൽ ബലപ്പെട്ടിരിക്കണം. നിന്റെ കൈ ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും അതിന് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ കൈക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന് നീ ഉപദേശത്തിൽ നിൽക്കുന്ന ദൈവമെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമെങ്കിൽ നീ കൈ ഉയർത്തിയാൽ സ്വർഗം പറയാ, വടി നിനക്ക് അധികാരമായി ദൈവം തന്നിരിക്കുന്ന വടി നീ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, നിന്റെ കൈ ഉയർത്തി നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ പിന്നാലെ വരുന്ന ചെങ്കടലിന്റെ ശക്തികൾ സ്വർഗം ഇന്ന് പകൽ ഓ ഓ ഓ റിഖാബാന രഥന റിബലഗഡഗഡഗഡഗഡഗഡഗ അഥുരാലഗഡഗരിയാലഗഡഗഡഗഡഗഡഗ തിരിയാജകൾ കാടലകൾ. നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ മുൻപിലുള്ള ചെങ്കടൽ ഇന്ന് പകൽ വിഭാഗിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഫറവോന്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ സ്വർഗം ഇന്ന് പകൽ വിഭാഗിച്ച് ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണുകയില്ല. ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ ദൈവമേ? ഓ ഏറ്റെടുക്കാമോ? കൈക്കൊരു അധികാരം ഉണ്ട്. ആരാധിക്കുന്ന കൈയെങ്കിൽ, ആരാധനയ്ക്കാൻ നീ വേർതിരിക്കുന്ന കൈയെങ്കിൽ സ്വർഗം പറയുന്നതിന്റെ ആരാധനയ്ക്കകത്ത് ഇന്ന് പകൽ ഒരു വിടുതൽ തരുവാൻ നീ അധികാരത്തോടെ കൽപ്പിക്കുകയോ, നീ അധികാരത്തോടെ പകൽ കൽപ്പിക്കാൻ തയ്യാറായാൽ ചില പാരമ്പര്യ ശക്തികൾ നിന്നിൽ നിന്ന് അഴിയപ്പെടും. നിന്റെ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യ ശക്തികൾ അഴിയപ്പെടും. ഉറങ്ങരുത്, മയങ്ങരുത്. പകൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ പതിയണം. സ്വർഗം നമുക്ക് വിടുതലയപ്പാൻ ഇന്ന് പ്രാപിക്കേണ്ടത് ഇന്ന് പ്രാപിക്കണം. ഇന്ന് നിന്റെ ദിവസമെങ്കിൽ നിന്റെ കൈമേലൊരു ശക്തി ദൈവം തരും. ഇന്ന് നിന്റെ മേലൊരു അധികാരം തരും. ഇന്ന് മകൾ നീ കൽപ്പിക്കുന്ന ഒരു മകളായി മാറട്ടെ. സ്വർഗം ഇന്ന് പകൽ എനിക്ക് വെച്ചിരിക്കുന്ന ഒരു വിടുതലുണ്ട്. അത് ഇന്ന് പകൽ ഞാൻ പ്രാപിക്കുന്ന മകളായി മാറട്ടെ. ഇന്ന് പകൽ നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു. നിന്റെ കരത്തിന്മേൽ ഒരു അധികാരം ദൈവം തരുന്ന പകല. ആത്മാവിൽ നീ ശക്തിയോട് ആരാധിക്കുമ്പോൾ നീ കരം ഉയർത്തി പ്രാർത്ഥിച്ചു. സ്വർഗം നിന്റെ മുൻപിലുള്ള ചെങ്കടലുകളെ വഴിമാറ്റും. സ്വർഗം നിന്റെ മുൻപിലുള്ള ചെങ്കടലുകളെ വഴിമാറ്റും.
വിശ്വസിക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വടിയൊന്ന് എടുക്കുക ദൈവമേ, നിന്റെ കയ്യിൽ വടിയൊന്ന് എടുക്കുക ദൈവമേ. ആമേൻ. യെസ്, ഉണങ്ങിയ നിലം നിനക്ക് വെളിപ്പെടും, ഉണങ്ങിയ നിലം നിനക്ക് വെളിപ്പെടും. നിന്റെ പിന്നാലെ വരുമ്പോൾ നീ വടിയെടുത്ത് നിന്റെ കൈ ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഉണങ്ങിയ നിലം വെളിപ്പെടും. എന്ന് പറഞ്ഞാൽ ചെങ്കടലിനകത്തൂടെ ഇതുവരെ ആർക്കും അങ്ങനെ വഴി തുറന്നിട്ടില്ല. സ്വർഗം പറയും തന്റെ ജനത്തിനു വേണ്ടി ഉണങ്ങിയ വഴി, ഉണങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ ആരും കടന്നു പോകാത്തതും ആരും ഇതുവരെ കടന്നു പോകാത്തതും അല്ലെങ്കിൽ ചതപ്പിനകത്ത് പുതയുന്ന വഴിയല്ല, കാലുകൾ പുതയുന്ന വഴിയല്ല, കാലുകൾ ഇടറുന്ന വഴിയല്ല, ഉണങ്ങിയ വഴി. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വെള്ളങ്ങളെ നിന്റെ ജീവിതത്തിൽ കയറിപ്പോയിരിക്കുന്ന, നിന്റെ ഉദരത്തിൽ കയറിയിരിക്കുന്ന ചില വെള്ളങ്ങളെ, യെസ്, നീ അറിയാതെ കുടിച്ചിരിക്കുന്ന ചില ആവിചാര വെള്ളങ്ങളെ, ശത്രു നീ അറിയാതെ ഉദരത്തിൽ കയറിയിരിക്കുന്ന ചില വെള്ളങ്ങളെ ദൈവം ട്രൈ ചെയ്തിരിക്കും. ഏറ്റെടുക്കാമെങ്കിൽ സ്വർഗം പറയുന്നു, ചില ഡ്രൈ ലാൻഡുകൾ വെളിപ്പെടും, ചില ഡ്രൈ ലാൻഡുകൾ വെളിപ്പെടും. ആർക്കെങ്കിലും പുറത്ത് പോയി ഛർദ്ദിക്കണമെന്നോ ആർക്കെങ്കിലും മോഷൻ വരുന്നെന്ന് തോന്നിയാൽ ഇന്ന് പകൽ അതിനെ നിങ്ങൾ പിടിച്ചിരിക്കരുത്. പുറത്ത് ബാത്റൂമിൽ പോയിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വെള്ളങ്ങളെ ഇത് ഞാൻ വായിക്കും. ചില വെള്ളങ്ങൾ, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന വെള്ളങ്ങളെ സ്വർഗം വായിച്ചിരിക്കും. ആർക്കെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ പോയി ചെയ്യണം. സ്വർഗം ഇന്ന് പകൽ ഒരു വിടുതൽ തരുവാൻ ശക്തനാണ്. ചില ഡ്രൈ ലാൻഡുകൾ ഇതുവരെ പുതഞ്ഞതും ഇതുവരെ കാൽ ചുവടുകൾ വെക്കാതെ കാലുകളെ വെട്ടിവെച്ചിരിക്കുന്നത് പോലെ മുൻപോട്ട് പോകാൻ കഴിയാതെ ഇതിന് കെട്ടിയ മണ്ഡലങ്ങളെ സ്വർഗം പറയുന്ന കാലുകളെ ഞാൻ മാൻപേയുടെ കാലുകൾ പോലെയാക്കും. മാൻപേയുടെ കാലുകൾ പോലെ നീ ഇനിയും യാത്രകൾ തുടരും. നിന്റെ വഴി ഇനി ആർക്കും അടക്കാൻ കഴിയില്ല. ദൈവം ചില ഡ്രൈ ലാൻഡുകൾ ആമേൻ. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വടിയെടുത്തു നിന്റെ കൈ കടൽമേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. സ്തോത്രം. ഇന്ന് പകൽ നിന്റെ കൈ ഉയർത്തിയാൽ ചിലത് വിഭാഗിക്കപ്പെടും. ചില ചങ്കടകൾ നിന്റെ മുൻപിൽ വിഭാഗിക്കപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രം കരം ഉയർത്തി പ്രാർത്ഥിച്ചോ. ആമേൻ. ഇസ്രായേൽ മക്കൾ കടൽ നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തൂടെ, ഉണങ്ങിയ നിലം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു നിലം നടന്നു പോകത്തക്കണം ഉണങ്ങണമെങ്കിൽ, വെള്ളം കെട്ടിക്കിടന്ന ചെങ്കടലിന്റെ നടുക്കൂടെ ഉണങ്ങിയ നിലം വെളിപ്പെടണമെങ്കിൽ ദൈവമക്കളെ കുറഞ്ഞത് ഒരു ദിവസം വേണം. തമ്പുരാൻ ആ സമയത്ത് തന്നെ ഉണങ്ങിയ നിലം ദൈവമാണ് വെളിപ്പെടുത്തി. നീ നടന്നു കാല് പൊതയാനല്ല, കാല് പിന്നീട് നീ വീഴാനല്ല. കാരണം സ്വർഗമാണ് ഉണങ്ങിയ നിലം. ഇതുവരെ ആർക്കും പ്രൊവൈഡ് ചെയ്യാത്ത ഉണങ്ങിയ നിലം എന്ന് പറഞ്ഞാൽ ഇനിയും അതിനകത്തൂടെ സ്വർഗം ഒരു ദൂത് പറയുക, ആ ഉണങ്ങിയ നിലത്തിൽ കൂടെ ഇനിയും ദൈവം ആരെയും കടന്നു വരാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം അവർക്ക് ദൈവം ചെങ്കടൽ വെച്ചിരിക്കുക. അതിൽ മൂടപ്പെടുവാൻ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടൽ വെച്ചിരിക്കുക. ഇന്ന് പകൽ നീ ഉണങ്ങിയ നിലത്തൂടെ പോകും. നിന്റെ പിന്നാലെ വരുന്നവന് ചെങ്കടലിൽ ദൈവം മുക്കും. കാരണം ഇതുവരെ നിന്റെ വഴിയിൽ കൂടെ അവനെ കടന്നു വന്ന് ദൈവം നിനക്കൊരു വഴി തുറക്കും. അതിന്റെ പുറകെ അവൻ വരും. അതുവഴി നിന്റെ വഴികൾ അടയപ്പെടും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഉണങ്ങ വഴിയിൽ നീ കടന്ന് അക്കരെ എത്തും. പക്ഷെ നിന്റെ പിന്നാലെ വരുന്നവനെ അതിനകത്ത് ദൈവം മുക്കും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ വിശ്വസിച്ചാണ്, ഏറ്റെടുക്കുന്നവർ വിശ്വസിച്ചാണ്, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചാണ്. ഹല്ലേലൂയ. 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഒരു ദൂതോടെ ഞാനങ്ങ് പറഞ്ഞു. ഹൃദയത്തിൽ പെട്ടെന്ന് ദൈവാത്മാവ് തോന്നിച്ചു. നിങ്ങൾ പറഞ്ഞുവെങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം. ദൈവം അവർക്ക് ഉണങ്ങിയ നില ഒരുക്കി. അല്ലേ? അല്ലേ? ഒരു സ്തോത്രം പറയാമോ? നാളുകളായി കെട്ടിക്കിടന്ന ഒരു വെള്ളമാണ്. തമ്പുരാൻ വടി നീട്ടാൻ പറഞ്ഞപ്പോൾ, കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ഉണങ്ങിയ ചെങ്കൽ രണ്ടായി എന്ത് ചെയ്തു? വായിക്കപ്പെട്ടു. അല്ലെ? അതിനകത്തൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ഉണങ്ങിയ നിലം. അങ്ങനല്ലേ നിങ്ങൾക്ക് വായിച്ചിരിക്കുന്നത്? ഡ്രൈ ലാൻഡ്. അല്ലേ? അത് പറഞ്ഞാൽ നീ ചവിട്ടിയാ പിന്നെ എന്ത് ചെയ്യരുത്? കാല് എന്ത് ചെയ്യരുത്? പൊതയരുത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണ വെള്ളം മാറിയെടുത്ത് നമ്മൾ കാല് ചവിട്ടിയാൽ നമ്മുടെ കാലൊക്കെ ഒന്ന് പൊതയും. ഇല്ലേ? നടന്നപ്പുറത്ത് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ദൈവം അത് ഉണങ്ങിയ നിലമാക്കി. ഇനി എന്റെ ദൂരം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആമേൻ. ഇതെല്ലാം നിങ്ങൾ കയറി പിടിക്കേണ്ടത്. സ്വന്തം ദൈവം ഒരുക്കിയ വഴി. ഇതുവരെയും നിനക്ക് ദൈവം ഒരുക്കിയ വഴിയാ. അല്ലേ? അല്ലേ? ദൈവം എനിക്ക് ഉണങ്ങിയ വഴി ഒരുക്കിയിട്ടുണ്ട്. അല്ലേ? ഉണങ്ങിയ നിലത്തിൽ കൂടെ നമ്മൾ നടന്നു പോകേണ്ട വഴി ഒരുക്കിയിട്ടുണ്ട്. അല്ലേ അമ്മാവനെ? പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തോന്ന് അറിയാമോ? പുറകെ ആരും വരുമായിരുന്നു. ഈ ഉണങ്ങിയ വഴിയിൽ കൂടെ ആര് വരുമായിരുന്നു? പറവോൻ വരുമായിരുന്നു. വിടാതെ പിന്തുടർന്ന പാരമ്പര്യ ശക്തി വരുമായിരുന്നു. ശത്രു കയറി അതുപോലെ കയറി വരുമായിരുന്നു. നീ അക്കരെ എത്തുന്നതിന് മുമ്പ് നിന്റെ വഴി അവൻ അടയ്ക്കും. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ഇതുവരെ നിനക്ക് ദൈവം ഉണങ്ങിയ വഴി ഒരുക്കി. പക്ഷെ പുറകെ ഇവനും വരുമായിരുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് അക്കരെ എത്താൻ കഴിഞ്ഞില്ല. നിനക്ക് ഉണങ്ങിയ വഴി തുറന്നിട്ട് യാതൊരു പ്രയോജനപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ഇതുവരെ പിന്നാലെ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വന്നതുപോലെ ഫറവോനും അവർ പിന്നാലെ വന്നതുപോലെ നമ്മുടെ പിന്നാലെ ആര് വന്നു? ഈ ഫറവോന്റെ ശക്തി വന്നു, പാരമ്പര്യ ശക്തി വന്നു, ഭൂതശക്തി വന്നു, മാന്ത്രവാദ ശക്തി വന്നു. കാരണം എന്തിനാണെന്നറിയാം? വന്ന് ചുമ്മാ വന്നു തന്നോ? ദൈവം നിനക്ക് തന്ന ഉണങ്ങിയ വഴി അടയ്ക്കണം. പലരുടെയും വഴി അങ്ങനെ അടഞ്ഞിട്ടായിട്ട് പരിശുദ്ധാത്മാ പറയുന്നത്. അങ്ങനെ അടയപ്പെട്ട വഴിയും ഇന്ന് പകൽ കൈ ഉയർത്താമെങ്കിൽ ആഹാര ദൈവം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. ഹല്ലേലൂയ. 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 ഇനി രണ്ടാമതൊരു ദൂത് പറയാം. സ്വത്രം. ഈ ഉണങ്ങിയ വഴിക്കൂടെ നീ അക്കരെ എത്തും. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്യും? പിന്നാലെ വരുന്നവനെ അതിനകത്ത് മുക്കും. പിന്നാലെ വരുന്നവനെ അതിനകത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണുകയില്ല. നിനക്ക് ദൈവം ഒരുക്കിയ ഉണങ്ങിയ വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ കയറി വന്ന പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗം പറയുന്നു ഇനിയും അത് അനുവദിക്കാതെ അവനെ ചെങ്കടലിൽ സ്വർഗം മുക്കിയിരിക്കും. ഇതിന്ന് പകൽ ഏറ്റെടുത്താൽ ഇനി നിനക്ക് ദൈവം തുറക്കുന്ന വഴിയിൽ കൂടെ അവൻ കയറി വരത്തില്ല കേട്ടോ. അവൻ വന്ന് മുടക്കത്തില്ല കേട്ടോ. പാതി വഴിക്ക് നിന്റെ പ്രൊജക്ടുകൾ നിന്നു പോകത്തില്ല. പാതി വഴിയിൽ നിന്റെ ശുശ്രൂഷകൾ നിന്നു പോകത്തില്ല. പാതി വഴിയിൽ നിന്റെ വഴികൾ അടയപ്പെടത്തില്ല കേട്ടോ. ഇനി പരിശുദ്ധാത്മാവ് ദൂത് പറയാ അവനെ അതിനകത്ത് തമ്പുരാൻ മുക്കും. അവന് വെച്ചിരിക്കുക ചെങ്കടൽ. അവന് വെച്ചിരിക്കുക ചെങ്കടൽ. ഇന്ന് പകൽ ദൈവത്തെ നീ വിശ്വസിക്ക്. നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ ഉപവസിച്ചപ്പോൾ സ്വർഗം വഴി തുറന്നു. പക്ഷേ പിന്നാലെ കൂടുന്ന ശക്തി നിന്നോടുകൂടെ ആ വഴിയിൽ വന്ന് നിന്റെ വഴി അടച്ചു. സ്വന്തം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇനി അങ്ങനെ ചെയ്യാൻ ദൈവം അനുവദിക്കുകയല്ലെന്ന്. അവനെ ഇതിനകത്ത് ദൈവം മുക്കും. നീ കൈ ഉയർത്തുവാൻ തയ്യാറായാൽ, നിന്റെ വടി നിന്റെ കൈ നീട്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ പിന്നാലെ വരുന്നതിനെ സ്വർഗം ഇന്ന് മുക്കിയിരിക്കും. ഏറ്റെടുക്കാമോ? ഏറ്റെടുക്കാമോ? എന്നോട് പരിശുദ്ധാത്മാവ് പറയും സ്വർഗം അനേകർക്ക് വേണ്ടി വഴി തുറന്നവരാ. ഇതിനകത്തിരിക്കുന്ന 99 അല്ല 100% ആൾക്കാർക്കും സ്വർഗം പല വഴികൾ തുറന്നതാ. എന്നാൽ പിന്നാലെ കൂടുന്ന വൈശാചിക മണ്ഡലങ്ങൾ ദൈവം തന്ന ഉണക്കിയ വഴികളെ അതിനെ കെട്ടി അടയ്ക്കുന്ന, അതിനെ വഴി നീങ്ങി കൂടെ കടന്നു പോകുവാൻ
നീ കഴിയാതെ വണ്ണം നിന്നെ വഴികളെ ബന്ധിക്കുന്ന, വഴികളെ മൂടിക്കളയുന്ന മണ്ഡലങ്ങളെ സ്വർഗം ഇന്ന് പകൽ അഴിക്കുന്ന ദൈവമാ. അവനെ ഈ ചെങ്കടലിൽ സ്വർഗം മുക്കും. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ സ്വർഗം പറയാൻ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ നടക്കാൻ പോവുക. വലിയ മിറക്കിൾ. ആ കണ്ണാടിയിട്ടിരിക്കുന്ന ആ സഹോദരൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ ദൈവം തുറന്ന വഴിയിൽ കൂടെ കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗം ഇന്ന് കഴിഞ്ഞ പകൽ വെക്കും. നീ ദൈവത്തെ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് പലപ്പോഴും ദൈവം വഴി തുറന്നതാ. എന്നാൽ വഴി അടയ്ക്കുന്ന മണ്ഡലങ്ങളെ എന്ന പകൽ നീ തിരിച്ചറിയാമെങ്കിൽ, നീ ആരാധിച്ച് ബലമേറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് തുറന്ന വഴിയിൽ കൂടെ ഇനി പിശാച് കയറി വരത്തില്ല. ഓ ഓ ഓ ഓ ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഏറ്റെടുക്കാമോ? ഇന്ന് പകൽ ഏറ്റെടുക്കാമോ? ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെടും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെടും. സ്വതന്ത്രം ദൈവമക്കളെ, ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ പരിശുദ്ധാത്മ പറഞ്ഞ ദൂത സ്വതന്ത്രം ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വഴി തുറന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തിയേ. അത് വേണ്ടതുപോലെ പ്രാപിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. വഴിയിൽ വെച്ച് അടയ്ക്കുന്ന, വഴിയിൽ പതിയിരിക്കുന്ന ചില ശക്തികളുണ്ട്. നീ ഒരു കാരണവശാൽ ദൈവം തന്ന വാഗ്ദത്തം, ദൈവം തുറന്ന വഴി നീ അതിൽ കൂടെ കടന്ന് ആ നന്മ പ്രാപിക്കരുത് എന്ന് പറഞ്ഞ പിശാച് ഒതുക്കിയ മണ്ഡലമുണ്ട്. പക്ഷെ സ്വർഗം പറയുന്നു ഈ പ്രാവശ്യം ദൈവം അനുവദിക്കുകയില്ല. ഈ പ്രാവശ്യം ദൈവം അനുവദിക്കുകയില്ല. അതാ ഇന്നത്തെ അതിന്റെ വിടുതൽ. മുടങ്ങിക്കിടന്ന ദൈവം തരും കേട്ടോ. മുടങ്ങിക്കിടന്ന ചില വഴികൾ ദൈവം പുനഃസ്ഥാപിക്കുക, റീക്രിയേറ്റ് ചെയ്യും, റീകൺസ്ട്രക്ട് ചെയ്യും. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ, സഹോദര സഹോദരി നീ വിശ്വസിച്ചാൽ, പരിശുദ്ധാത്മാവ് പറയുന്നു മുടങ്ങിക്കിടക്കുന്ന റീകൺസ്ട്രക്ട് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക എന്റെ സ്വർഗത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ എന്റെ ദൈവം അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ Hallelujah. 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 ഇത് പറയുമ്പോ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തോടെ എന്നോട് പറഞ്ഞ ദൂത് ഞാൻ ഓർക്കുകയാണ്. സ്വതന്ത്രം. ആമേൻ. ഹല്ലേലൂയ. 4 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില രാജ്യങ്ങളിലേക്ക് പോകുവാൻ, ചില പേരുകൾ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകുവാൻ എന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. സ്വതന്ത്രം. ഞാന് ഹല്ലേലൂയ സ്വതന്ത്രം. എന്നോട് ഗൾഫിൽ ഏത് രാജ്യത്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. സ്വതന്ത്രം. കാരണം അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. സ്വതന്ത്രം. ഇത് പറഞ്ഞത് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകാനാണ്. സ്വതന്ത്രം. ഞാന് മറിയ ചോദിച്ചതുപോലെ ഇത് എന്തിനാൽ സംഭവിക്കും, എന്തിനാൽ നടക്കും. സ്വതന്ത്രം. എന്റെ വഴി പിശാച് എന്നെ കൊണ്ട് തന്നെ ഞാൻ നടപ്പിച്ചു. എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യം ദൈവത്തോട് ചോദിച്ച കർത്താവ് ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ? എനിക്ക് ആരെയും ആഫ്രിക്കയിലുള്ള ഒരാളെ പോലും അറിയത്തില്ല. സ്വതന്ത്രം. എന്റെ ചോദ്യത്തിന്റെ മധ്യേ പിശാച് എന്റെ വഴി അങ്ങ് അടച്ചു. ദൂത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വർഗം എനിക്ക് വേണ്ടി തുറക്കാൻ വെച്ചിരുന്ന വഴി 4 മാസങ്ങൾക്ക് നിനക്കൊരു യാത്രയുണ്ട് പറഞ്ഞ് ദേശങ്ങൾ പോലും പേരുകൾ വ്യക്തമായി പറഞ്ഞു. എന്നാൽ എന്റെ മാനുഷ്യ ബുദ്ധി, ഞാൻ ചിന്തയും ദൈവത്തോടൊരു ചോദ്യവും. സ്വതന്ത്രം. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും? അതിന് ചാൻസസ് തീരെ ഇല്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് അറിയണം 4 മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു വഴി തുറന്നു. പക്ഷെ അതങ്ങ് അടഞ്ഞുപോയി. ദൂത് പറഞ്ഞ് മനസ്സിലായോ? എന്റെ അവിശ്വാസം കാരണം എന്റെ വഴി അടഞ്ഞുപോയി. സ്വർഗം തുറന്നു, പക്ഷെ എനിക്ക് പോകുവാനോ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനോ കഴിയാതെ വണ്ണം പിശാച് എന്റെ വഴി അങ്ങ് അടച്ചു. അപ്പൊ എനിക്ക് വന്നപ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമില്ലേ? സ്വതന്ത്രം. എന്നാൽ ഇന്ന് പോലെ എന്നോടാ ദൂത് കേട്ടോ. അടച്ചത് സ്വർഗം തുറക്കാൻ പോകും. ഇനി പിന്നാലെ നിന്റെ പിന്നാലെ അവൻ വരത്തില്ലെന്ന്. നിനക്ക് മുന്നിൽ ചെങ്കൽ 2ആയി വിഭാഗിച്ച് ഇതുവരെ നിന്റെ അടച്ച വഴികളെ സ്വർഗം തുറന്ന് നീ അക്കരെ എത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് മകൾ ആ ദൂത് ഞാൻ എന്നോടാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി തുറന്നാൽ ഇനി ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് അയക്കുന്ന ദേശത്തേക്ക് പോകുവാനായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. ഒരു സ്വതന്ത്രം പറയാമോ?
ഇപ്പൊ ഗൾഫിൽ ഏത് രാജ്യത്തിൽ പോകും എന്നെ ദൈവം അയക്കുന്നു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ല. കാരണം എനിക്ക് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ആൾക്കാരുണ്ട്, UK-യിലുണ്ട്, അമേരിക്കയിലുണ്ട്, പലരും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്ന സത്യം ദൈവം അയക്കണം. എല്ലാവരും വിളിച്ചെന്ന് പറഞ്ഞ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു സ്വതന്ത്രം പറയാം. നിങ്ങളെ ഞാൻ അങ്ങനല്ല. കർത്താവ് എനിക്ക് നിയമം തന്നാലേ ഞാൻ എന്ത് ചെയ്തുള്ളൂ. ദുബായിക്ക് പോകണം, പോയിട്ട് വരാൻ ഇഷ്ടം പോലെ എനിക്ക് സമയമുണ്ട്, കാര്യങ്ങളുണ്ട്, അതിന് വിസ എടുക്കും, താമസിക്കേണ്ട ഇതുണ്ട്. ഖത്തറിൽ എവിടെ വേണേലും പോകാൻ എനിക്ക്, ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളിൽ ഉള്ള കണക്ഷൻസ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു 3 വർഷമായി ഞാൻ പോയിട്ടില്ല. കാരണം കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് പറയാൻ പോയിട്ട് കാര്യമുണ്ടോ? കർത്താവ് എവിടെ പറഞ്ഞു അവിടെ ഞാൻ പോകും. കർത്താവ് എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് പോകാൻ ഒരുങ്ങാൻ പറഞ്ഞു. സ്വത്രം. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. എന്തുവാണെന്നറിയാമോ? ഇതെന്തിനാൽ സംഭവിക്കും, ഇതെങ്ങനെ നടക്കും? ഞാൻ ദൂത് പറഞ്ഞ ദൈവത്തോട് പോലും ചോദിച്ചു. സക്കരിയാവിന്റെ കൂടെ ഞാൻ നിങ്ങളും അല്ല കേട്ടോ. നിങ്ങളുടെ മുഖം മാറുന്നുണ്ടോ? എന്റെ ഭാര്യ മച്ചിയല്ലേ? ഈ പ്രായമൊക്കെ ഇനി എന്തോ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരുന്നു പറഞ്ഞ് ദൂതം വന്ന് ഇറങ്ങിയിരിക്കുമ്പോ നമ്മൾ ഇതുപോലെ അല്ലേ? ഇത് പിശാച് നമ്മളെ ബുദ്ധിയെ തിരിക്കുന്ന മണ്ഡലമാണ്. നിങ്ങൾ പറവോന്നൊക്കെ ഓർത്ത് ഉദ്ദേശിച്ചപ്പോ നിങ്ങൾക്ക് ചെങ്കടലൊക്കെ, നിങ്ങൾ ആശ്ചര്യമായ ചെങ്കടലൊന്നും അല്ല. പുതിയ നിയമസഭയിൽ പുതിയ മക്കൾ ദൈവം തിരിക്കുന്നത് ആത്മീയമായിട്ട് നമ്മുടെ വഴികൾ അടയ്ക്കുന്ന മണ്ഡലങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചെങ്കടൽ അന്ന് അവർക്ക് വേണ്ടി തുറന്നു, നമുക്കും അതുപോലുള്ള ചെങ്കടൽ തുറക്കാൻ ദൈവം ശക്തനാ. പക്ഷെ ഇന്ന് നമ്മുടെ വഴികൾ അടയ്ക്കുന്ന മണ്ഡലങ്ങളെ നമ്മൾ ആത്മാവിൽ വിവേചിക്കണം. ഒരു സ്വതന്ത്രം പറയാമോ? ഒരു സ്വതന്ത്രം പറയാമോ? ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് തന്നെ വെളിപ്പെടുന്നത് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞ് കാനഡയ്ക്ക് പോകാനുള്ള, അവിടുത്തെ സഭയിലെ ശുശ്രൂഷയ്ക്കായി കാനഡയിലേക്ക് പോകാനുള്ള എല്ലാ പേപ്പറും റെഡിയായിരിക്കും, വഴി തുറക്കുകയല്ല. ഞാൻ പറഞ്ഞു 4 ദിവസത്തിനകം വഴി തുറക്കാൻ ദൈവം വഴി തുറക്കുന്നു. സ്വതന്ത്രം ഒരുങ്ങിയിരുന്നോളാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു ദേവദാസനെ ഇത്രയും നാളും അടഞ്ഞത് ഇനി 4 ദിവസം കൊണ്ട് എങ്ങനെ തുറക്കും? ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാ പറഞ്ഞ് വിശ്വസിച്ചാൽ 4 ദിവസത്തിനകം അടുത്ത പേപ്പർ പോകാനുള്ള പേപ്പർ തമ്പുരാൻ തരും. ശുശ്രൂഷയ്ക്കായി പോകാനുള്ള പേപ്പറാ. എന്നോട് എന്തെങ്കിലും പറഞ്ഞു. ഞാൻ തന്നെ ചോദിച്ചു, ഈ യോസഫ് ചോദിച്ചോല് പോകുമ്പോ നമ്മളെയും കൂടെ എന്ത് ചെയ്തോണം? അത് ഓർക്കത്തില്ല, നമുക്കറിയാം. എന്നോട് കഥാദാസൻ പറഞ്ഞു UK-ക്ക് എന്ന് പോകുന്നു അന്ന് നമ്മുടെ സഭയിൽ പോയിക്കോണമെന്ന് പറഞ്ഞു. സ്വത്രം. ഞാൻ പറഞ്ഞു കഥ വായിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സ്വത്രം. ദൈവം അയക്കാതെ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇവിടെ നിർത്തുക, നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല. സ്വത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾക്ക് ദൈവം എന്നൊരു വഴിയുണ്ട്. പക്ഷെ പിന്നാലെ കൂടുന്ന പറവോന്റെ ശക്തി ആ വഴി അടയ്ക്കുന്ന മണ്ഡലങ്ങളുണ്ട്. സ്വർഗം പറയുന്നത് ഇന്ന് കണ്ട വിശ്രമി ഇനി നീ മേലാൽ കാണുകയില്ല. ഇന്ന് പകൽ ഇന്ന് നടക്കേണ്ട വിടുതലില്ല. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ ഇനി അവൻ കയറി വരാതെ ചെങ്കടൽ സ്വർഗം അവനെ മുക്കും. സ്വർഗം അവനെ മുക്കും. ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയുക, നിങ്ങൾ ഏറ്റെടുത്താൽ സ്വർഗം നമുക്ക് വിടുതൽ തരുവാൻ ശക്തനായ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വിടുതൽ പറഞ്ഞോളൂ, നാളത്തെ വിടുതൽ ഇനിയും പെൻഡിങ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഓരോ പെൻഡിങ് എന്റെ കയ്യിലുണ്ട്. സ്വതന്ത്രം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കഥ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവസഭയുടെ ദൈവദാസനോട് നന്ദി രേഖപ്പെടുത്തുന്നു. സ്വതന്ത്രം. താങ്ക് യു ജീസസ്. എല്ലാവർക്കും എണ്ണിക്കാം. ഇന്ന് യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ട്, എന്നാൽ ടൈം എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ട് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൽ വരാം. എനിക്കതിന്റെ മറുപടി കിട്ടിയേ പറ്റും. നല്ലൊരു വചനമാണ് ദൈവദാസനെ കൂടെ കഥ വെളിപ്പെടുത്തിയത്. വിശ്വസിക്കുന്നവർക്ക് ഇത് അടയാളം തന്നെയാണ്. ഈ അഭിഷേകത്തിന്റെ ശക്തി 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 ശക്തിക്കൊരു ഭയങ്കര വിഷയമാണ്. യെസ്. ശത്രുവിനെ കാണും നിന്റെ പിന്നാലെ വരുന്നത്. കേട്ടോ? നീ ശത്രുവെ കാണും. നിന്റെ ശത്രുവിനെ കാണും, നിന്റെ പിന്നാലെ വരുന്നത് കാണും. പക്ഷെ ഒരിക്കലും നിന്നെ മുൻപിലൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല.
അച്ഛാ ഇപ്പുറത്ത് വാ. വിനീഷേ, നിനക്ക് അവനെ നെഞ്ചോളി, ഇവിടെ വാ. ഞാൻ കറക്റ്റ് വെളിപ്പാട് പറഞ്ഞുതരാം. നീ മുൻപിൽ നടക്കും, ശത്രു പിന്നാലെ വരും, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. പക്ഷേ നീയും അവന് ചേരാതെ വണ്ണം നിന്റെ മുൻപിൽ നടക്കുന്ന ദൂതൻ നേരെ എബോട്ടിന്റെ പിന്നിൽ വരിക. ശത്രുവിന്റെ പിന്നിലല്ല, നിന്റെ പിന്നിലാ വരുന്നത്. നിന്നെയും പിശാച് തൊടാതെ വണ്ണം, പിശാച് നിന്നെ തൊടാതെ വണ്ണം. ആരാ ഏറ്റെടുക്കുന്നത്? പിശാച് നിന്നെ തൊടാതെ വണ്ണം നിന്റെ മുൻപിൽ നടക്കുന്ന ദൂതൻ നിന്റെ പിൻപിൽ വരിക. വരട്ടനെ, നിന്നെ ശത്രു തൊടാതെ വണ്ണം അവൻ നിങ്ങൾ തമ്മിൽ ചേരാതെ വണ്ണം അവൻ ചെറുത്ത് നിൽക്കുക. മന്ത്രവാദി വെട്ടി താകട്ടെ. യഹോവയാ ദൈവം. യെസ്, യെസ്. അവൻ അടിച്ചതുപോലെ നിന്നെ തകർക്കാൻ മറ്റവരെ അടിക്കാൻ പോകുക. ഇത് യഹോവയുടെ തീ കത്തുന്നു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അവൻ വെട്ടുക. ഹെരോദാവെ അടിച്ച ദൈവം എന്റെ ശത്രു അടിക്കട്ടെ. ഫയർ! വെട്ട്, വെട്ട്. തലമണ്ടയിലും ചിന്തയിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും ഉറങ്ങുവാൻ വിടാതെ, ആഹാരം കഴിക്കുവാൻ വിടാതെ, സന്തോഷമായി ജീവിക്കാൻ വിടാതെ തടഞ്ഞു വെച്ച പോലെ ആരോ ഏറ്റെടുക്കുന്നു. വെട്ടി, 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 വെട്ടി. സ്വന്തം വീട്ടിന്റെ അകത്ത് ശത്രു എണ്ണിക്കും. അവന്റെ തലയെ തകർത്തവൻ ജെയിംസ് അച്ഛാ, സ്വന്തം വീട്ടിൽ നിന്ന് ശത്രു എണ്ണിക്കും. ശത്രുവിന്റെ തലയെ തകർത്തവൻ നിന്റെ തലയെ തൊടുകയായി പൊത്തി. യേശുവിൽ എൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനെ പതിനായിരങ്ങൾ സുന്ദരനേ അച്ഛാ. ഹലോ, ഈ തീ അഭിഷേകം, തീ അഭിഷേകം നിനക്കെതിരാ നിൽക്കുന്നതിനെ ഒരു പിരാന്തനെ പോലെ രാത്രി നിലവിളിച്ചില്ലേ? വാങ്ങേ. ഇത് ഏലിയാവിന്റെ ദൈവത്തിന് തീ നിന്റെ തലമേൽ നിൽക്കുക. ശക്തി, ശക്തി. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. 1000 മന്ത്രവാദികൾ നിനക്കെതിരെ ഒരുപോലെ എണ്ണിച്ചാലും 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 നീ ജയിക്കും. 1000 മന്ത്രവാദികൾ ഒരുപോലെ നിനക്കെതിരെ എണ്ണിച്ചാലും നീ ജയിക്കുമെന്നാ വചനം. 1000 മന്ത്രവാദികൾ നിനക്കെതിരെ ഒരുപോലെ എണ്ണിച്ചാലും അവരെ തകടുകളെ നീ ചവിട്ടി മറിച്ചേച്ചി. കള്ളം പറഞ്ഞ് വസ്തു വാങ്ങാൻ വന്നവന് അപ്പ ഇത് വെട്ടാൻ
ഇത്രമേൽ പതിയേഴും ഈ ശക്തി നിന്റെ അകത്ത് വരുമെങ്കിൽ നിന്റെ ജയം ഉറപ്പുവരുത്തുകയാണ്. താങ്ക് യു മോനെ. വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ല. ഈ പാട്ട് പാടാൻ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഇവിടെ? ഈ ദൂത് എത്ര പേര് ഏറ്റെടുക്കുന്നു? ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇന്ന് കണ്ടു. നിന്റെ പിന്നാലെ പുറകെ വരുന്നത് കണ്ടു. കൈ കൊണ്ടുവന്നത് മാത്രം കാര്യങ്ങൾ ശക്തിയോടെ അടിച്ചുകൊണ്ട് ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കസ്തമീനി വരികയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കസ്തമീനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തെ അടുക്കയില്ല. പാദത്തിന്റെ കൂടാരത്തെ അടുക്കയില്ല. കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ വഴി നടന്നു യോർദാൻ കണ്ടായി പിരിഞ്ഞു വരും. ചെങ്കടൽ വഴി നടന്നു യോർദാൻ കണ്ടായി പിരിഞ്ഞു വരും. അകന്ന് വിടും യേശുവിൻ നാമത്തിലായിടുമ്പോൾ ഇടിഞ്ഞു വിടും. യേശുവിൻ നാമത്തിലായിടുമ്പോൾ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് വന്ന കസ്തമീനി വരികയില്ല. ഏറ്റെടുക്കുന്നവർക്ക് മാത്രം കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ആര് ഏറ്റെടുക്കുന്ന അവർക്ക് മാത്രം നീ വരികയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. കാലുകൾ ഇടറുകില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. ഉദര വൈഡ വൈഡര വൈഡ രീവര വൈഡ രീവരവ. അണ്ടര വൈഡ വൈഡര വൈഡ രീവര വൈഡ രീവരവ. വൈഡര വൈഡര രീവര വൈഡര ഗൗഡര വൈഡ രീവരവ. അണ്ടര വൈഡ വൈഡര വൈഡ വൈഡര വൈഡ രീവരവ. നാദര നീദര വൈഡര വൈഡര ഗൗഡര വൈഡ രീവരവ. കൂടാവാന നീരാവാൻ വൈഡവാന നീരവ. അവന്റെ ശക്തി യേശുവേ യേശുവേ ഇറങ്ങി വാ. യേശുവേ 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 എന്റെ വീട്ടിൽ ഇറങ്ങി വാ. ഇറങ്ങി വാ ഇറങ്ങി വാ യേശുവാ ഇറങ്ങി വാ. ഇറങ്ങി വാ ഇറങ്ങി വാ എന്റെ ഉള്ളിൽ ഇറങ്ങി വാ. താങ്ക് യു. താങ്ക് യു. അഖിലെ മോളെ ഇങ്ങോട്ട് വരാമോ? എല്ലാവരും പറയും നിന്റെ കഥ കഴിഞ്ഞു. യെസ്, അത് അന്യഭാഷയിൽ പറയും എങ്ങനെയാണ്? ഹന്തൽ ഘടകം എന്നെ ഉണ്ടാക്കിയവന്റെ മുൻപിൽ വെച്ച എന്റെ ശത്രു പറയുക നിന്റെ കഥ കഴിഞ്ഞു. എന്റെ ചെവിയിലൊന്ന് പറയുക മക്കളെ കഴിഞ്ഞിട്ടില്ലടാ, ഇതാ ഞാൻ തുടങ്ങാൻ പോകുക. ഞാൻ തുടങ്ങാൻ പോകുന്നു. നിന്റെ ശത്രുവിന്റെ കഥയെ ഞാൻ തീർക്കുമെന്ന്. നിന്റെ ശത്രുവിന്റെ കഥയെ അവൻ ഇന്ന് ഒതുക്കി തീർക്കും. ചെങ്കടലിൽ വെച്ച് അവൻ തീർക്കും. നിന്റെ ശത്രുവിന്റെ കഥയെ എവിടെ വെച്ച് തീർക്കുന്ന അറിയാമോ? നടുക്കടലിൽ വെച്ചാ തീർക്കാൻ പോകുന്ന. വാങ്ങി വാങ്ങി. എന്റെ ശത്രുവിന്റെ കഥയെ അവൻ തീർക്കുമെന്ന്. നിനക്ക് വേണ്ടി പാത വെട്ടിയവൻ എനിക്കറിയാം. ആരോ ഏറ്റെടുക്കുന്നു. ചെങ്കടലിൽ റോഡ് വെട്ടിയവൻ. എനിക്ക് അവനെ ഒന്ന് ആരാധിക്കട്ടെ. ഞാൻ
உம்மை போல இந்த உலகிலே வேறொருவரும் இல்லையே. റോഡ് വെട്ടിയ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കടൽ മീത് നടന്നവൻ വിനീഷിന്റെ വിഷയത്തിന് മേൽ നടന്നു വരിക. ആകെ നീയല്ലോ എൻ അപ്പാവും നീയേ, എൻ അമ്മാവും നീയേ, എൻ ഇടയ തുടിപ്പും നീയല്ലോ. ഉമ്മൈ പോലെ இந்த ഉലകിലെ. എന്റെ കയ്യ ഒന്ന് പിടിച്ചു പോവച്ചാ, എന്റെ കയ്യ ഒന്ന് പിടിച്ചു പോന്ന്. നീ പറഞ്ഞല്ലേ എല്ലാവരും എന്നെ കൈവെട്ടെന്ന്. നീ പറഞ്ഞല്ലേ സ്വന്തം വീട്ടിൽ ശത്രു എനിക്ക്, എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനൊരു ഭ്രാന്തനെ പോലെ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയാതെ എന്റെ പ്രിയനോട് മാത്രം ഞാൻ പറയുക, ഒരു അസാധാരണ തീ നിന്റെ മേൽ നിഴലിടുക. Oh, the fire, the victory of God. ജയിക്കുന്നവൻ കൂടെ ഉള്ളപ്പോൾ അവന്റെ ശക്തി നിന്റെ മേൽ. ശക്തി മന്ത്രവാദി ഞാൻ ജയിക്കട്ടെ ഇന്ന് മുതൽ. ആരോ ജയമെടുക്കുന്നു. ഞാൻ തോറ്റത് മതി. നിന്നെ കാണാൻ അവന്റെ തീ എന്നെ തേടി വരുന്നു. പരിശുദ്ധ പൗരൻ പറയും, വിനീഷിന്റെ കൂടെ ഇന്ന് മുതൽ ദൈവാത്മാവ് ഇറങ്ങി വരാൻ പോകുക. നീ തൊടുന്നതിന്റെ മേൽ ഒരു മാറ്റം വരുത്തുക. നീ ചെയ്യുന്ന തൊഴിലിന്റെ മേൽ മാറ്റം വരുത്തുക. നിന്റെ സ്ഥിതി മാറ്റുക. ഓ, ശത്രു നിന്നെ ഇന്ന് കെട്ടിയ പോരുകൾ അവന്റെ തീ അഭിഷേകം വെട്ടിവിടെ. മരിച്ചവന്റെ പോരുകൾ മുറിയട്ടെ. പൂജകർമ്മങ്ങളെ വെട്ടിവിടുന്നു. പാരമ്പര്യ ശക്തിയെ വെട്ടുന്നു. കാട്ടൂലിവെന്ന് വെട്ടി നാട്ടൂലിവിലേക്ക്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചിലരവൻ പാഞ്ഞിറങ്ങിയ ദുരാക്രമവാസി. നിന്റെ യേശു മലനെ തൊട്ടുകൊണ്ടേ ഇരിക്കുന്നപ്പോൾ നിന്റെ പേപ്പർ വർക്കിന്റെ മേൽ, എന്താ പറയാ, പണയിടപാടിന്റെ മേൽ, പേപ്പർ വർക്കിന്റെ മേൽ ആ ഏറ്റെടുക്കുന്ന ദൂത് പറയാ, നിന്റെ പണയിടപാടിന്റെ മേൽ, നിന്റെ പേപ്പർ വർക്കിന്റെ മേൽ യേശു തൊടുക. അങ്ങനെ ആരെയും കൊണ്ട് ഓടി ഇവിടെ സ്ഥലം കിടപ്പുണ്ട് നിൽക്കാൻ. ഇവിടെ ഫ്രണ്ട് സ്ഥലമുണ്ട്. ആരെയും കൊണ്ട് ഓടി വരാൻ ഇവിടെ സ്ഥലമുണ്ട്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണീർ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ പഴുതാതെ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി അപ്പച്ചേന്റെ നെറ്റുവേദന ഇളകി പോകുക. കൊച്ചുമക്കളുടെ വിവാഹവും
അവരുടെ മക്കളെ നീ കണ്ടേ പോകത്തുള്ളൂ. യേശു തുടങ്ങുകയാണ്. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണീർമണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഭിഷേകം യേശപ്പാ യേശപ്പാ യേശപ്പാ. മോളെ വാങ്ങിക്ക ശക്തി. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, അന്ത്യം വരെ അവൻ കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ എത്ര ഭാരപ്പെടുന്നു, എത്ര ചിന്തിക്കുന്നു. വിളിച്ചവൻ ഉണ്മയുള്ളവൻ. കാൽവരി ക്രൂശിലെ രക്തം നിങ്ങളുടെ തലമുണ്ടയിൽ രക്തം തെറിച്ചു വന്ന് വീഴുക. എവിടെ അവൻ പറയുന്നത്, എന്റെ അടിപ്പിണകൾ നിനക്ക് സൗഖ്യമെന്ന. വാങ്ങേ നടത്തിടും പൊൻകരത്താൽ. അവന്റെ ശക്തി യേശുവേ എന്ന് വിളിച്ച് എന്നോട് കൂടെ നീ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, എന്നോട് കൂടെ നീ ഇറങ്ങി വരണമേ. എന്നെ ചതിക്കുന്നവരെ നീ തൊടണമേ, അവര് മനസ്സ് മാറി എന്നെ സമ്പത്ത് മടക്കി തരണമേ. നിന്റെ രക്തം കൊണ്ട് എന്നെ നീ കഴുകണമേ. അമ്മാമ്മ ശക്തി വാങ്ങ്. എന്നെ താങ്ങി നിർത്തണമേ, എന്റെ ഹൃദയത്തെ നീ ധൈര്യപ്പെടുത്തണമേ, എന്റെ വഴികളെല്ലാം നീ തുറക്കണമേ. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത യേശുവേ ഇറങ്ങി വരണമേ, എന്നോട് കൂടെ നീ ഇറങ്ങി വരണമേ. എന്റെ ആനന്ദം എൻ യേശു തരുകിറ. ഏറ്റെടുക്കുന്നവർക്ക് എന്റെ ആനന്ദം എൻ യേശു തരുകിറ. തുതിപ്പേൻ തുതിപ്പേൻ തുതിത്ത് കൊണ്ടേ ഇരുപ്പേൻ. അയ്യാ തുതിപ്പേൻ തുതിപ്പേൻ തുതിത്ത് കൊണ്ടേ ഇരുപ്പേൻ. എങ്ങനെ? ഹല്ലേലൂയാ ആനന്ദമേ, ഹല്ലേലൂയാ ആനന്ദമേ. ഓ റൈസ് ലൈൻ. ഹല്ലേലൂയാ ആനന്ദമേ, ഹല്ലേലൂയാ ആനന്ദമേ. എന്റെ ആനന്ദം എൻ യേശു തരുകിറ. തുതിപ്പേൻ തുതിപ്പേൻ തുതിപ്പിക്കൊണ്ടേ ഇരുപ്പേൻ. ലാ 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 ലാ. ബിനുവേ കേറി വാ. ലാ 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 ലാ. എല്ലാ കണ്ണും അടഞ്ഞ യേശു ഇറങ്ങി വരുന്നു, കൈകളെ ഉയർത്തിക്കൊണ്ട്. സിംഹത്തിന്മേലും ജെയിംസ് അച്ഛാ പാമ്പിന്മേലും നടന്നേ ചെല്ലുവേ. ഇതെന്റെ അധികാരമാ. കർത്താവ് എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. എന്റെ അധികാരത്തെ ഞാൻ അനുഭവിക്കും. അവൻ തന്ന അധികാരം സിംഹത്തിന്റെ മേലും പാമ്പിന്റെ മേലും നടക്കാനൊരു ശക്തി
എന്റെ കാലുകളെ പേടമാൻ കാലുകളെ എന്റെ ശത്രുക്കൾ 1000 ഉണ്ടെങ്കിലും ഒരു പുല്ലിന്റെ വില ഞാൻ കൊടുക്കത്തില്ല. ഇന്ന് മുതൽ ആരാ ജയമെടുക്കുന്നു? സിംഹത്തിന്മേലും പാമ്പിന്മേലും നടന്നേ ചെല്ലുവേ. രാധാന്റെ ഹലോ, ഇവിടെ എന്നെടുക്കാൻ വന്നതാ. വാ ഇവിടെ വരികയാണെങ്കിൽ മരണത്തെ മുഖമുഖമായി കാണുക. രാധ ആന്റിയോട് പറയുക, അമ്മാമ്മ നിനക്ക് അവിടെ തന്നെ വേണ്ടി വരികയാണെങ്കിൽ ഇവിടെ വാ. ഒറ്റ കാര്യം മാത്രം പറയാ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം മരണം നിനക്കുള്ളതല്ല, മരണം നിന്റെ ശത്രുക്കൾക്കുള്ളതാ. യേശുവിന്റെ മക്കൾക്ക് മരണമില്ലല്ലോ. എന്റെ ദൈവത്തിന് മരണമില്ലാത്തത് കൊണ്ട് എനിക്ക് മരണമില്ല. എത്ര പേര് ആമേൻ പറയും? പിടിയണേ. സിംഹത്തിന്മേലും പാമ്പിന്മേലും ഞാൻ നടക്കും. എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീ അഭിഷേകം. ഏലിയാവിന്റെ ദൈവമേ, ശത്രു ജയിച്ചവന്റെ തീ അഭിഷേകം, ശത്രു ജയിച്ചവന്റെ തീ അഭിഷേകം. മന്ത്രവാദികളെ ജയിക്കുവാൻ, മന്ത്രവാദികളെ ജയിക്കുവാൻ എന്റെ നന്മയെ തടഞ്ഞവനെ വെട്ടിവിടേ. മോനെ വാങ്ങടാ. എന്റെ ദൈവമേ, എന്റെ വീട്ടിൽ വരണമേ. എന്റെ കണ്ണുനീരെ നീ തുടയ്ക്കണമേ, വേദനയെ തുടയ്ക്കണമേ. എന്റെ കടഭാരത്തിൽ നിന്ന് നീ വിടിവിക്കണേ യേശുവേ. എന്നെ നീ തള്ളിക്കളയരുതേ, എന്നെ നീ ഉപേക്ഷിക്കരുതേ, എന്നെ നീ കാത്തു സൂക്ഷിക്കണമേ. ഈ ശക്തി വാങ്ങ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാണ്ട നിൻ മഹത്യാഗത്തെ. പിന്നാലെ ഒരു സിസ്റ്റർ ഇരിപ്പുണ്ട്. അമ്മയുടെ രോഗത്തിന് വേണ്ടി കരയുന്ന ആ മകളെ ഫ്രണ്ടി വിളിക്കുക. ഓടിവാ. സിസ്റ്റർ പേരെന്തോ? ശക്തിയാണ്. ഇത് മന്ത്രവാദികളെയും പോരുകളെയും വെല്ലുവിളികളെയും പാമ്പ് കൂട്ടങ്ങളെയും ആഭിചാര കൂട്ടങ്ങളെയും ഒരു മലയുടെ മണ്ടയ്ക്ക് വെച്ച് ചെയ്ത മന്ത്രവാദ കൂട്ടങ്ങളെയും ജയിക്കുന്ന ഒരു തീ അഭിഷേകം. പിടിയേ കഥാധർമ്മ നോ പറയരുത്. പിടി. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാണ്ട നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, എന്നെ പൂർണ്ണമായി നൽകുന്നു നാഥനായി. ഏറ്റെടുക്കുന്നേ. പകരം എന്തു നൽകും ഞാനിനി, എന്നെ പൂർണ്ണമായി നൽകുന്നു നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാണ്ട നിൻ മഹത്യാഗത്തെ. എന്തോ പേര്? സൂര്യ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നത് സൂര്യയുടെ അമ്മ സംബന്ധമായുള്ള രോഗത്തിൽ അവർ ഇന്നു മുതൽ ഉറങ്ങുവാൻ തുടങ്ങും. ഇന്നു മുതൽ അവർക്ക് മാറ്റം വരുന്നു. ഒരു ചരിഞ്ഞ് കയറി പോകുന്ന സ്ഥലത്തിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് യേശു ഇറങ്ങി വരികയാണ്.
നിങ്ങളുടെ വീട് എങ്ങനെയാണോ ഇങ്ങനെ ചരിഞ്ഞ് കയറി പോകുന്ന സ്ഥലത്താണ് വീട് കണ്ടോ? അവിടെയല്ലേ? ആ വീട്ടിൽ നിന്ന് യേശു ഇറങ്ങി വരികയാണ്. അപ്പൊ എന്റെ ഡാഡി നിന്റെ വീട്ടിന്റെ മിറ്റത്താണ്. മോളെ, യേശു എന്നോട് പറയുന്നത് നിങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന വസ്തു വിൽക്കേണ്ട ആവശ്യം വരത്തില്ല, എന്റെ രക്തം കൂടി ഞാൻ വീണ്ടെടുക്കും എന്ന് പറയുന്നു. നമ്പർ 2 എന്ന് പറയുന്നത് നിന്റെ വയറ് സംബന്ധമായുള്ള വേദനയ്ക്ക് ഇനി മറുപടി യേശുവിന്റെ രക്തമാണ്. മൂന്നാമത് യേശു പറയുന്നത് നിങ്ങളുടെ ചതിച്ച് നശിപ്പിച്ച് നിങ്ങളുടെ വസ്തുവെ കൈവശമാക്കാൻ വന്നവൻ ഇനി അവിടെ വരത്തില്ല. യേശു പറഞ്ഞ നാലാമത്തെ വിഷയം, നിന്റെ തലമേലുണ്ടാകുന്ന ഭാരം രാത്രി ഇവര് ഉറങ്ങും, നീ ഉറങ്ങത്തില്ല, ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇനി ചിന്തിക്കേണ്ട, നിനക്ക് വേണ്ടി ചിന്തിക്കുവാൻ വേറെ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവൻ യഹൂദ ഗോത്ര സിംഹമായവൻ. എത്ര പേര് ഏറ്റെടുക്കും അവനെ? നിന്റെ സ്ഥിതി മാറ്റുവാൻ ശക്തിയുള്ളവൻ. താങ്ക് യു. നിന്റെ അമ്മയുടെ നെഞ്ചിന്റെ അകത്തൊരു ഫരാനമുണ്ട്, അറിയാമോ? അറിയാം. ഇനി അതില്ല, പോയി. കാരണം എപ്പോ ആ ചെറിയ വീട്ടിൽ നിന്ന് യേശു ഇറങ്ങി വന്നോ, ആ ചരിഞ്ഞ സ്ഥലത്ത് യേശു എപ്പോ ഇറങ്ങി വന്നോ, ഡാഡി നിന്റെ വീട്ടിൽ വന്നതാ, എന്റെ അപ്പ നിന്റെ വീട്ടിൽ വന്നതാ. നിന്റെ വീട്ടിൽ വരുമെന്നേ വിളിക്കാമോ? അവനെ വിളിക്കാമോ? ഞാൻ ഒരേ ഒരു വെളിപ്പാട് മാത്രം ഒന്ന് പറഞ്ഞു നിർത്തുക. നിങ്ങൾക്ക് എത്ര വലിയ കടഭാരത്തിലോ എല്ലാവരും നിന്ദിക്കപ്പെട്ടോ എന്തും എവിടെ ആയിരുന്നു യേശുവെ മുറുകെ പിടിക്കാമെങ്കിൽ, എന്റെ അനുഭവത്തെ ഞാൻ പറയുക, എന്നെ വിടിവിച്ച ദൈവം എനിക്ക് ഭയങ്കര സന്തോഷം. മിനീഷോടെ വായിക്കോട്ടെ. ഇനി നീ ഇങ്ങനെയുള്ളതൊന്നും പോകരുന്നേ. നിങ്ങൾ ദൈവത്തോട് പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ അതിനങ്ങനെ പഠിപ്പിക്കും. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തരുമെന്ന് അവർ ചെയ്തായിരുന്നു. അങ്ങനെ അവൻ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും? ഹലോ തങ്കം സിസ്റ്റർ ആന്റി, കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും? അവൻ ഊ എന്ന് പറഞ്ഞ ജെയിംസ് അച്ഛാ, അത് ഊ തന്നെയാ. എന്റെ അപ്പായെ കൊണ്ട് അത് പഠിപ്പിക്കാൻ വരണ്ട ഇവിടെ. എന്റെ അപ്പ ഊ എന്ന് പറഞ്ഞാൽ ഊ തന്നെയാ. നിന്റെ സമ്പത്ത് തേടി വരും, പുതിയ വസ്തുക്കൾ തേടി വരട്ടെ. ഇന്ന് മുതൽ പഴയത് ഒഴിഞ്ഞു പോകട്ടെ. യേശു പുതിയതാക്കുന്നു. നിന്റെ പണയിടപാടിൽ യേശു തുടങ്ങിയ യേശുവിന്റെ നാമത്തിൽ സൂര്യയുടെ രക്തം അഭിഷേകം യേശപ്പ നിന്റെ മകളാക്കിയത്, നിന്റെ രക്തം ജയം. സൂര്യ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മയെ വിളിക്കണം. അമ്മക്ക് എന്താ മാറ്റമെന്ന് ചോദിക്കണം. എന്റെ അമ്മ കുറെ കാര്യം പറയും. ഉറങ്ങണം തോന്നുന്നു, ജീവിക്കണം തോന്നുന്നു, എന്തോ ഒരു സമാധാനം എന്ന് പറയും. അടുത്ത ആഴ്ച ഓക്കെ പറയുമോ? എനിക്കൊരു കാര്യമുണ്ട് ഈ ആഴ്ചയാ. എനിക്കൊരു കാര്യം ഇരിപ്പുണ്ട് ഈ ആഴ്ച എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് വേറെ നിവൃത്തിയില്ല. ആരാ അത്? അവർ കൈ ഉയർത്തിപ്പിടി. എന്റെ അപ്പോ എനിക്ക് ഈ ആഴ്ച ഒരു കാര്യം ഇരിപ്പുണ്ട്, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അവർ മാത്രം കൈ ഉയർത്തിപ്പിടി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇവർ കൈ ഉയർത്തിയിരിക്കുന്നവരുമേൽ ഒരു നിമിഷം നിന്റെ കണ്ണുകൾ പതിയട്ടെ, പതിയട്ടെ. മിനിയെ പതിയുന്നു, 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 പതിയുന്നു. അവരോട് ഞാൻ എന്നാ പറയും, ഞാൻ എന്നാ പറയും എന്ന് ചിന്തിച്ചു വന്ന വിഷയം യേശു പറഞ്ഞോളും. യേശു പറഞ്ഞോളും. നിനക്ക് പകരം ഞാനുണ്ടല്ലോ ഇവിടെ. ഡാഡി പറയുക, വാങ്ങിക്കോ. ശക്തി, ശക്തി, ശക്തി. അവന്റെ ശക്തി നിന്റെ നിവൃത്തിയാകും.
കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവന് കാര്യം നടത്തി തരും. ഏറ്റെടുത്തവർക്ക് നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട്. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യവരെ. ഓക്കെ, നിനക്കും സാബുറിനും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ളത് അപ്പയുടെ കയ്യിലിരിപ്പുണ്ട്. ഞാനുണ്ട് അന്ത്യവരെ. ഏറ്റവും സംഭവിച്ചോട്ടെ. ഞാനുണ്ട് അന്ത്യവരെ. ഞാനുണ്ട് അന്ത്യവരെ. ഞാനുണ്ട് അന്ത്യവരെ. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ, ഏറ്റെടുത്തെങ്കിൽ ഏറ്റെടുത്തെങ്കിൽ ഞാനുണ്ട് അന്ത്യവരെ. സിംഗക്കൊഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറെ അടച്ച വാളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യവരെ. താങ്ക് യു. രാധാജി, എന്നാ സംഭവിച്ചു? സമാധാനം. ഞാനുണ്ട് അന്ത്യം വരെ. ഏറ്റെടുത്തോ? ഫിനിഷ് ഏറ്റെടുത്തോ? അത് ഏറ്റെടുത്തു. ഓക്കെ. അമ്മച്ചി ഏറ്റെടുത്തോ? അതാ പറഞ്ഞല്ലോ കൊച്ചുമക്കളെ അതിന്റെ മക്കളെ കണ്ടു പോകുമെന്ന്. ഓക്കെ. അഖില എന്താ തോന്നുന്നു മോളെ? പോയി. ഇനി വേറെ ഒന്നും കേറില്ല മക്കളെ. ആ സഹോദരി, ആ വീട് ബസ് നിങ്ങൾക്കുള്ളതാ. അവിടുന്ന് തേടി വരും, തേടി വരും. കർത്താവ് ഇങ്ങനെ തേടി വന്നതുപോലെ. ആരെ സ്തോത്രം. കർത്താവ് ആരെ തേടി വന്നു? കർത്താവ് ആരെ തേടി വന്നു? ആരെ എന്നെ തേടി വന്നു? ആരെ? പാസ്റ്ററെ. ആര്? പാസ്റ്ററെ തേടി വന്നു പറഞ്ഞാട്ടെ. ഇതിനെ പറയാ പാസ്റ്റർ തേടി വന്നു. ഓ, എല്ലാം കള്ളത്തന്നെ പഠിച്ചു, പിടിച്ചു വാങ്ങാൻ പഠിച്ചു. കർത്താവിന്റെ കയ്യിൽ പൊതിയെ തട്ടി വാങ്ങാൻ പഠിച്ചു ഇല്ലേ? കർത്താവിന്റെ കയ്യിൽ പൊതിയെ തട്ടി വാങ്ങാൻ പഠിച്ചു ഇല്ലേ? വാങ്ങിക്കോ, വാങ്ങിക്കോ. തീരാത്തത് തീരാത്തത് അവന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പുരാതന ഗുപ്തനിധികൾ നിങ്ങൾ തേടി വരട്ടെ. സഭയ്ക്ക് വരട്ടെ. അത് സഭയിലെ കുടുംബങ്ങൾക്ക് വരട്ടെ. പുരാതന ഗുപ്തനിധികൾ പിടിച്ചോന്നേ. അവൻ തരാറിയ വാങ്ങേണ്ട പ്രയാസം സമർപ്പിക്കും യേശു നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും പോയിരുന്നാട്ടെ. ഇപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയം ഏറ്റവും നല്ലതും ബെസ്റ്റും കൊടുക്കുക. നല്ല സമയത്തിനായി, നല്ല കൃപയ്ക്കായി, നല്ല അനുഗ്രഹത്തിനായി, നല്ല സമാധാനത്തിനായി, നല്ല സന്തോഷത്തിനായി സ്തോത്രം. ഇന്ന് കടന്നു വന്ന എല്ലാവരും വരും. നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ അഗ്നി കൊണ്ട് നിറയട്ടെ. നിന്റെ ബലം കൊണ്ട് നിറയട്ടെ. നിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ. ശക്തി കൊണ്ട് നിറയട്ടെ. എല്ലാവരുടെ പേപ്പർ വർക്കുകൾ സമ്പത്ത് സംബന്ധമായി, അഭിഷേകം സംബന്ധമായി, കൊടുക്കൽ വാങ്ങൽ സംബന്ധമായി വിഷയങ്ങളിൽ നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങളോട് ശക്തിയോടെ ജെയിംസിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ഹല്ലേലൂയ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ അടികളിൽ വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു വന്നിരിക്കുന്നു. യേശു ഹല്ലേലൂയ. എന്റെ നാമത്തിൽ രണ്ടോ അതിലധികം പേർ എടുത്തു വന്നാൽ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടാകുന്ന യേശു അപ്പാ ഹല്ലേലൂയ. അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ദൈവമേ, അവിടുത്തെ വലിയ സ്ഥാനത്തിനായി അടികളെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു യേശു അപ്പാ ഹല്ലേലൂയ.
ദൈവമേ അടികൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി കർത്താവെ, നല്ല സാക്ഷ്യങ്ങൾക്കായും കർത്താവെ, നല്ല വചന ശുശ്രൂഷയ്ക്കായും കർത്താവെ, നല്ലൊരു യൂത്ത് മീറ്റിങ്ങിനായും എല്ലാം ഈശോപ്പ അടികളങ്ങെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. അതിനായി കർത്താവെ, അവിടുത്തെ തിരുനാമ മഹത്വത്തിനായി ഒരുക്കിയ കർത്താവെ, കുഞ്ഞുമക്കളെയും കർത്താവെ എല്ലാവരെയും ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവമേ അടികൾ കർത്താവെ വെറുകയോടെ ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നെങ്കിൽ കർത്താവെ നിറകൈകളോടെ തിരിച്ചു പോകുവാൻ തോക്കണം കർത്താവെ. അവിടുന്ന് ഈ അടികളെ ഒരുക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി, ദയയ്ക്കായി, വിശ്വസ്തയ്ക്കായി കർത്താവെ ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. പ്രത്യേകാൽ ഞങ്ങളുടെ അഭിഷക്തനെ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുക്കി തന്ന ഈ ഭവനത്തിനായി സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവമേ, ഇന്ന് അടികളുടെ മേൽ ഇറങ്ങി വന്ന ആ വലിയ സാന്നിധ്യത്തിനായി ദൈവമേ അടികളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവ കർത്താവെ, ഞങ്ങൾ കർത്താവെ ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നു യേശുപ്പ, അവിടുത്തെ വലിയ സാന്നിധ്യം അടികളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളിവിടെ കടന്നു വന്നത് കർത്താവെ വ്രതമായി പോകാൻ അവിടുന്ന് അനുവദിക്കരുത് യേശുപ്പ. ഹല്ലേലൂയ. അവിടുത്തെ വലിയ സാന്നിധ്യം കർത്താവെ അടികളോട് കൂടെ പറയണമേ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുന്നു മോശം അരുളി ചെയ്തതുപോലെ യേശുപ്പ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം അടികളോട് കൂടെ ഇല്ലെങ്കിൽ ദൈവമേ അടിയങ്ങളുടെ ജീവിതം ശൂന്യമാകുന്നു ഞങ്ങൾ അറിയുന്നു കർത്താവെ. യേശുവെ, അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, അവിടുത്തെ എല്ലാ കൃപകളാലും നിറയ്ക്കണം കർത്താവെ. ഇന്ന് വചന ശുശ്രൂഷയിൽ ഞങ്ങളോട് കർത്താവെ, ഇന്ന് കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്നത് നിങ്ങൾ കർത്താവെ നിങ്ങൾ കാണുവാൻ തോന്നണം യേശുപ്പ. ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം, അവിടുത്തെ എല്ലാ കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണം അപ്പ. ഹല്ലേലൂയ. അവിടുന്ന് ഇപ്പോൾ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൊന്ന നാമത്തിൽ തന്നെ ആമേൻ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ തൊട്ടതിനായി, വിടുവിച്ച് മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. എല്ലാം ഭംഗിയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുതുതന്ന സമാധാനം പരിശുദ്ധാത്മ നിന്റെ കൂട്ടായ്മ നിന്റെ മക്കളോട്, നിന്റെ മക്കളെ എല്ലാ വിഷയത്തോടും എല്ലാവരും അങ്ങനെ പ്രശംസിക്കുന്ന ഉണ്ടായിരിക്കുമാറാകട്ടെ. ജീവന്റെ കർത്താവിന് അങ്ങനെ ശിവ വേഗം